ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IHT ആണ്. ഓക്കെ, അപ്പോൾ വാറ്റിലാണെങ്കിലും IHTയിലാണെങ്കിലും നമുക്ക് എക്സാമിന് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, സെക്ഷൻ ബിയിലോ സിയിലോ ആയിട്ട് 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അത് കൂടാതെ MCQs ഒക്കെ ആയിട്ട് MCQസിലും സെക്ഷൻ എയിലും ഇതിൽ MCQs വരാം, IHTയിലെയും വാറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാറ്റിന്നും IHTന്നും ഒരു ആവറേജ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക്കിൽ നിന്നും വരും. വാറ്റിന്ന് ഒരു 15 മാർക്ക്, IHTന്ന് ഒരു 15 മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് IHT എന്ന് പറയുന്ന ടോപ്പിക്കാണ്. IHTയിൽ സെക്കൻഡ് ഓക്കെ, അപ്പൊ IHT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ടാക്സ് സിസ്റ്റം ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ IHTന്റെ അകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ IHTയിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 സംഗതികളേ ഉള്ളൂ ശരിക്കും IHTയിൽ. ഓക്കെ, IHTയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോഴാണ് അല്ലെ. IHTയിൽ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ അതിന്റെ ബേസിസിലാണ് ഈ ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ IHTന്റെ അണ്ടറിൽ വരാം, ഒന്ന് പെറ്റ് വരും, പൊട്ടൻഷ്യൽ എക്സംപ്റ്റ് ട്രാൻസ്ഫർ, പിന്നെ ഒന്ന് CLT, പിന്നെ ഒന്ന് ഡെത്ത് എസ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ അതേപോലെ ഇതിന്റെ കൂടെ എന്തും വരും, ഡെത്ത് ടാക്സും വരും. അതായത് ഡെത്ത് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡെത്തിന്റെ സമയത്ത് വരുന്ന അഡീഷണൽ കമ്പ്യൂട്ടേഷൻ ആണ്. ഓക്കെ, ഡെത്തിന്റെ സമയത്ത് വരുന്ന ടാക്സ് കമ്പ്യൂട്ടേഷൻ. ഈ 4 സാധനങ്ങളാണ് ശരിക്കും നമുക്ക് IHTയിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഈ 4 എണ്ണത്തിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യും, ഇത് മാത്രമാണ് നമുക്ക് IHTയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അഡീഷണൽ റൂളുകളാണ് IHTയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ CLT പെറ്റ് എന്ന് പറയുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും CLTയും പെറ്റും ഇത് രണ്ടും ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് ആണ്. അതായത് ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ട്രാൻസ്ഫറുകളെയാണ് നമ്മൾ പെറ്റ് CLT എന്ന് വിളിക്കുക. അപ്പോ പെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിന് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് പെറ്റ്. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫർ, പെറ്റിന്റെ ഫുൾ ഫോം പൊട്ടൻഷ്യലി എക്സംപ്റ്റ് ട്രാൻസ്ഫർ. ദെൻ CLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ. അപ്പൊ പെറ്റ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വല് പെറ്റ് ചെയ്യുന്നത് മറ്റൊരു ഇൻഡിവിജ്വലിനാണെങ്കിൽ CLT ചെയ്യുന്നത് ഒരു ട്രസ്റ്റിനാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള 4 കമ്പ്യൂട്ടേഷൻസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആകെ നിസ്സാരം ടാക്സ് റേറ്റുകളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ആകെ വരുന്ന ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻസ് ടാക്സ് റേറ്റുകൾ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ലൈഫ് ടൈം റേറ്റ് 20%. അതേപോലെ ഡെത്ത് റേറ്റ് 40%. പിന്നെ നിൽ റേറ്റ് ബാൻഡ് 325,000. അതേപോലെ റെസിഡൻഷ്യൽ നിൽ റേറ്റ് ബാൻഡ് എന്ന് പറയുന്നത് 175,000. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആകെ ടാക്സ് റേറ്റിന്റെ അകത്ത് പഠിക്കാനുള്ളൂ IHTയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പെറ്റിനെ പറ്റിയിട്ട് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന ഗിഫ്റ്റിനെയാണ് പെറ്റ് എന്ന് വിളിക്കുക. അപ്പൊ പെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ പെറ്റ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പെറ്റ് എന്ത് ചെയ്യില്ല, പെറ്റിന് ടാക്സ് ഒന്നും വരില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2020 ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു ഇൻഡിവിജ്വലിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ് ടു വൈ, മിസ്റ്റർ വൈക്ക് 2020 ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. സോ ഇതൊരു പെറ്റാണ്, കാരണം ബോത്ത് ആർ ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പൊ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 4 lakh വാല്യൂ ഉള്ള ഗിഫ്റ്റ് ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ലൈഫ് ടൈമിൽ എന്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും നമുക്ക് ആനുവൽ എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സംഷൻ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ആനുവൽ എക്സംഷൻ. അപ്പൊ ലൈഫ് ടൈമിൽ ഒരാള് മറ്റൊരു ആൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഡിവിജ്വലിനോ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എക്സംഷൻ ആണ് ആനുവൽ എക്സംഷൻ. അപ്പൊ ആനുവൽ എക്സംഷന്റെ ലിമിറ്റ് എത്രയാണ്? 3000 പെർ ഇയർ. ഒരു കൊല്ലം 3000 ആണ് ആനുവൽ എക്സംഷന്റെ ലിമിറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് 2020 ഇയാള് ഒരു ഗിഫ്റ്റ് കൊടുത്തു. സോ ആ വർഷത്തെ ആനുവൽ എക്സംഷൻ അവർക്ക് ഡിഡക്ട് ചെയ്യാം. അതേപോലെ ആനുവൽ എക്സംഷൻ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഏതെങ്കിലും പെർട്ടിക്കുലർ ഇയറിൽ ആനുവൽ എക്സംഷൻ നമ്മൾ ആ ഇയറിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ദി അൺയൂസ്ഡ് ആനുവൽ എക്സംഷൻ വി ക്യാൻ ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ. ഓക്കെ, ടു എ സിംഗിൾ ഫോളോയിങ് ഇയർ നമുക്ക് എന്ത് ചെയ്യാം? ആനുവൽ എക്സംഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 2020 ഒരേ ഒരു ഗിഫ്റ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. There was no any previous gift he was made in the previous years. അപ്പൊ ഇയാളുടെ മിസ്റ്റർ എക്സിന്റെ ലൈഫിലെ ഫസ്റ്റ് ട്രാൻസ്ഫർ ആണ് ഈ 2020 400,000. അപ്പോ കറണ്ട് ഇയറിൽ ആനുവൽ എക്സംഷൻ ആൾക്ക് കുറയ്ക്കാം. അപ്പൊ പ്രീവിയസ് ഇയറിൽ ആനുവൽ എക്സംഷൻസ് ഒന്നും ആള് യൂസ് ചെയ്തിട്ടില്ല. സോ ഹി ക്യാൻ ക്യാരി ഫോർവേഡ് ദി ആനുവൽ എക്സംഷൻ ഓഫ് പ്രീവിയസ് ഇയർ 3000 ടു കറണ്ട് ഇയർ. ഓക്കെ, സോ 6000 കറണ്ട് ഇയറിൽ അവർക്ക് ആനുവൽ എക്സംഷൻ കിട്ടും. അപ്പൊ ഒരു ടാക്സ് ഇയറിൽ മാക്സിമം 6000 ആണ് ആനുവൽ എക്സംഷൻ കിട്ടുക. ഓക്കെ, സോ ടോട്ടൽ 400,000. അതിൽ നിന്ന് ആനുവൽ എക്സംഷൻ 2 കൊല്ലത്തെ കുറച്ചു. അപ്പോ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ 400,000 ആണെങ്കിലും ആഫ്റ്റർ ഡിഡക്ടിങ് ആനുവൽ എക്സംഷൻ പെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഈ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ പെറ്റ് എന്ന് പറയുന്നത് 394 ആണ്. ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ മുഴുവൻ പെറ്റല്ല. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂവിൽ നിന്ന് ഈ എക്സംഷൻസ് എല്ലാം കുറയ്ക്കണം. എക്സംഷൻസ് എല്ലാം കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് പെറ്റ്. ഓക്കെ, അപ്പൊ എക്സംഷൻസിൽ ഒരെണ്ണമുള്ളത് ആനുവൽ എക്സംഷൻ ഉണ്ട്. ലൈഫ് ടൈമിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആനുവൽ എക്സംഷൻ കുറയ്ക്കാം. അപ്പൊ ഇൻ കേസ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് മാരേജിന് വേണ്ടിയിട്ടാണെങ്കിൽ അഡീഷണലി ആനുവൽ എക്സംഷന് പുറമെ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് മാരേജിന്റെ പേർപ്പസിനാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ ഉണ്ട്. അപ്പൊ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ ആര് കൊടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോ പാരന്റ് ആളുടെ മക്കളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ 5000 ആണ്. ഇനി ഗ്രാൻഡ് പാരന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ലിമിറ്റ് 2500 ആയിട്ട് കുറയും. ഇനി മറ്റാരെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ലിമിറ്റ് 1000 ആണ്. ഓക്കെ, അതായത് ഒരു പാരന്റ് ആളുടെ മകളുടെ അല്ലെ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടൊരു ഇപ്പൊ ഈ ഗിഫ്റ്റ് കൊടുത്തത് ഒരു പാരന്റ് മകന്റെ കല്യാണത്തിന് കൊടുത്ത ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കും. 4 ലക്ഷം രൂപയുടെ ഒരു ഗിഫ്റ്റ് മകന്റെ കല്യാണത്തിന് പാരന്റ് കൊടുത്തു. അപ്പൊ 4 lakh ആണ് ഗിഫ്റ്റിന്റെ വാല്യൂ. ആനുവൽ എക്സംഷൻ 6000 കുറയ്ക്കാം. അതിന് പുറമെ ഈ 6000 കുറയ്ക്കുന്നതിന് പുറമെ എന്തും കുറയ്ക്കാം? പാരന്റ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, മാരേജിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഈ 5000 കൂടെ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഗ്രാൻഡ് പാരന്റ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ 2500 കൂടെ ഡിഡക്ട് ചെയ്യാം. മറ്റാരെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ 1000 കൂടെ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ ലൈഫ് ടൈമിൽ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഡിഡക്ട് ചെയ്യാം, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് ഷുഡ് ഗിവൺ ഫോർ ദി മാരേജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് മാരേജ് ഗിഫ്റ്റ് ഒന്നല്ല, നോർമൽ ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കും. മാരേജ് ഗിഫ്റ്റ് ആണെങ്കിൽ ആ അഡീഷണൽ ഡിഡക്ഷനും കൂടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതിൽ നിന്ന് ആനുവൽ എക്സംഷൻ ഒക്കെ നമ്മൾ കുറച്ചു. അപ്പൊ കിട്ടിയ എമൗണ്ട് ആണ് 394,000. ദെൻ ഈ 394,000 അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ഒരു ടാക്സും വരില്ല. ഓക്കെ, 2020 ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പൊ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ പെറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം IST. പെറ്റുന്ന ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫറിൽ ഒരു ടാക്സ് അടയ്ക്കേണ്ടാവും. ഓക്കെ, ദെൻ ഇതിന്റെ ടാക്സ് അപ്ലൈ വരുള്ളൂ if the donor dies within 7 years from the date of transfer. That pet will be chargeable on the death of the donor. Okay, for example 2022 ആയപ്പോ ഡോണർ മരിച്ചു. ഓക്കെ, 2022 ആയപ്പോ മിസ്റ്റർ എക്സ് മരിക്കുകയാണ്. അപ്പൊ മിസ്റ്റർ എക്സ് 2022 മരിച്ചു. അപ്പോ വിത്തിൻ 7 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ദാറ്റ് ഡോണർ വാസ് ഡൈഡ്. അപ്പോ 2022 ഈ പെറ്റ് വീണ്ടും ചാർജബിൾ ആവും. അപ്പൊ ചാർജബിൾ ആവുമ്പോ ചാർജബിൾ ആകുന്ന എമൗണ്ട് വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് പെറ്റ് ഇൻ ദി ലൈഫ് ടൈം? 394,000.
അപ്പോൾ ഈ പെറ്റായിട്ട് ലൈഫ് ടൈം നമ്മൾ കാണിക്കുന്ന എമൗണ്ട് ആണ് ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആവും. ഓക്കെ, ദെൻ ഡെത്തിന്റെ സമയത്ത് 394,000 ചാർജബിൾ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡെത്തിന്റെ സമയത്ത് ഇതിന്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ദി നിൽ റേറ്റ് ബാൻഡ്. നിൽ റേറ്റ് ബാൻഡ് ലൈഫ് ടൈമിൽ നമ്മൾ നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്തില്ല. വൈ? കാരണം ലൈഫ് ടൈമിൽ ഇത് ചാർജബിൾ അല്ലല്ലോ. ഡെത്തിന്റെ സമയത്തല്ലേ ഇത് ചാർജബിൾ ആവുന്നുള്ളൂ. അപ്പൊ ഡെത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 325,000 നിൽ റേറ്റ് ബാൻഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിൽ റേറ്റ് ബാൻഡ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് 69,000 മേലെയാണ് IHT ലയബിലിറ്റി വരാൻ. അപ്പോൾ IHT ലയബിലിറ്റി 69,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? ഇത് ഇയാളുടെ ഡെത്തിന്റെ സമയത്താണ് ചാർജബിൾ ആവുന്നത്, റീകാൽക്കുലേറ്റഡ് ആവുന്നത്. അപ്പൊ ഡെത്ത് റേറ്റ് 40. അപ്പൊ 40% ആണ് IHT ലയബിലിറ്റി വരിക ഓൺ ദി ഡെത്ത്. ഓക്കെ, അപ്പോ ഈ ഡെത്തിന്റെ സമയത്ത് നമുക്ക് ടേപ്പർ റിലീഫ് വേണമെങ്കിൽ കുറയ്ക്കാം. ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞൊരു റിലീഫ് ഡെത്തിന്റെ സമയത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ട്രാൻസ്ഫർ നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ ഡെത്ത് ആയാൽ മാത്രമാണ് പെറ്റിന് ടാക്സ് വരുള്ളൂ. ഇപ്പൊ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ കൊടുക്കുന്ന സമയത്ത് ഇത് പെറ്റാണ്, ഒരു ടാക്സും അവിടെ വരുന്നില്ല. ദെൻ ആ ഗിഫ്റ്റ് കൊടുത്ത് 7 ഇയർ കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ എക്സ് മരിക്കുന്നതെങ്കിൽ, ഗിഫ്റ്റ് കൊടുത്തു 7 ഇയർ കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ എക്സ് മരിക്കുന്നതെങ്കിൽ ഈ ട്രാൻസ്ഫറിന്റെ മേലെ ഒരു ടാക്സും ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, പക്ഷേ മിസ്റ്റർ എക്സ് ഈ ഗിഫ്റ്റ് കൊടുത്ത് 7 ഇയറിന്റെ ഉള്ളിൽ ഡെത്ത് ആയി കഴിഞ്ഞാൽ ഇതിന് ടാക്സ് വരും. അപ്പോ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോ 7 ഇയർ കംപ്ലീറ്റ് ആവാൻ ഒറ്റ ദിവസം ബാക്കിയുള്ളൂ. അതായത് ഇപ്പൊ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതിനുശേഷം 7 ഇയറിന്റെ ഉള്ളിൽ മിസ്റ്റർ എക്സ് മരിച്ചാലേ മിസ്റ്റർ വൈക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോ 7 ഇയർ കംപ്ലീറ്റ് ആവാൻ ഒരു ദിവസം ബാക്കിയുള്ളൂ. അപ്പോ മിസ്റ്റർ എക്സ് മരിച്ചു. അപ്പൊ മിസ്റ്റർ വൈ ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ വൈക്ക് അപ്പൊ എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടണ്ടേ? കാരണം ഇത്രയും കാലം മിസ്റ്റർ എക്സ് അലൈവ് ആയിരുന്നു, ജീവിച്ചിരുന്നു. 7 ഇയർ കംപ്ലീറ്റ് ആകാൻ ഒരു ദിവസമുള്ളൂ. അപ്പോഴാണ് മിസ്റ്റർ എക്സ് മരിച്ചത്. അതുകൊണ്ട് മിസ്റ്റർ വൈ വലിയൊരു എമൗണ്ട് ഓഫ് ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലോജിക് ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിഡക്ഷൻ ഡെത്തിന്റെ സമയത്ത്, ഡോണറുടെ ഡെത്തിന്റെ സമയത്തുള്ള ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ ടേപ്പർ റിലീഫ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയേഴ്സ് എങ്കിലും ഡോണർ അലൈവ് ആയിരിക്കണം. അപ്പൊ ഡോണർ ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞ് 7 ഇയറിന്റെ ഉള്ളിൽ മരിച്ചു. ബട്ട് ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് അയാൾ അലൈവ് ആയിരുന്നു. ആഫ്റ്റർ മേക്കിംഗ് ദി ട്രാൻസ്ഫർ മോർ ദാൻ 3 ഇയേഴ്സ് ഡോണർ ജീവിച്ചിരുന്നു. പക്ഷെ 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ 20% അവിടെ അവർക്ക് ടേപ്പർ റിലീഫ് കിട്ടും. 3 to 4 ഇയേഴ്സ് അലൈവ് ആണെങ്കിൽ. ഇനി അതേപോലെ 4 to 5 ഇയേഴ്സ് ആണ് അലൈവ് ആണതെങ്കിൽ 40%. ദെൻ 5 to 6 ആണെങ്കിൽ 60%. ദെൻ 6 to 7 ആണെന്നുണ്ടെങ്കിൽ 80%. ദെൻ 7 ഇയേഴ്സിന് മേലെ ആണെങ്കിൽ 100%. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ലാബ് ഇരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാമ്പിളില് ട്രാൻസ്ഫർ നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ ഡെത്തായി, മിസ്റ്റർ എക്സ് മരിച്ചു. ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞ് ഇപ്പോ മിസ്റ്റർ എക്സ് ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് അലൈവ് ആയിരുന്നു എന്ന് വിചാരിക്കും. ഇവിടെ ഡെത്തിന്റെ സമയത്ത് 27,600 ടാക്സ് വന്നല്ലോ. മിസ്റ്റർ എക്സിന്റെ ഡെത്തിന്റെ സമയത്ത് മിസ്റ്റർ വൈ പേ ചെയ്യേണ്ട ടാക്സ് 27,600 ആണ്. അപ്പൊ ഇൻ കേസ് ഈ വൈ മരിക്കുന്നത് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് ആയിരുന്നുവെങ്കിൽ ഈ IHT ലയബിലിറ്റിയിൽ നിന്ന് 40% നമുക്ക് ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞ് കുറയ്ക്കാം. അപ്പൊ ഇത്ര എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞ് ഇത്ര എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ടാക്സ് പേ ചെയ്താൽ മതി. അതേപോലെ ഇത് 4 to 5 ഇയേഴ്സ് ആണെങ്കിൽ എന്താവും? IHT ലയബിലിറ്റിന്റെ 40% കുറയ്ക്കാം. ആദ്യത്തേത് 20% കേട്ടോ, എനിക്ക് മാറിപ്പോയതാണ്. 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ 20%. ഇനി അതല്ല 4 to 5 ഇയേഴ്സ് അലൈവ് ആയിരുന്നു ആഫ്റ്റർ മേക്കിംഗ് ദി ട്രാൻസ്ഫർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ IHT ലയബിലിറ്റിന്റെ 40% ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരാൾ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ് എത്ര കാലം അലൈവ് ആയിരിക്കും അത്രത്തോളം ടേപ്പർ റിലീഫ് കൂടുതൽ കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത ട്രാൻസ്ഫർ ആണ് CLT. അപ്പൊ ഇതാണ് പെറ്റിന്റെ ഒരു കമ്പ്യൂട്ടേഷൻ. അറ്റ് ദി ലൈഫ് ടൈം പെറ്റ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്.
പെറ്റ് ആകെ ചാർജബിൾ ആവുക വിത്തിൻ 7 ഇയറിനുള്ളിൽ ഡോണർ ഡെത്ത് ആയാലും മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇനി CLT, അടുത്ത ട്രാൻസ്ഫർ ആണ് CLT. അപ്പൊ CLT എന്ന് പറഞ്ഞാൽ എന്തുവാ? ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ. അതിന്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് ചാർജബിൾ ഇൻ ദി ലൈഫ് ടൈം. ഓക്കെ, അപ്പോ CLT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിള് മിസ്റ്റർ എക്സ് വൈക്ക് കൊടുക്കുന്നതിന് പകരം മിസ്റ്റർ എക്സ് ടു എ ട്രസ്റ്റ് ആണെന്ന് വിചാരിക്കും. മിസ്റ്റർ എക്സ് ട്രസ്റ്റിനാണ് ഈ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തത് 4 ലക്ഷം. അപ്പൊ ട്രസ്റ്റ് ആണെങ്കിലും പെറ്റ് ആണെങ്കിലും നമ്മൾ ആനുവൽ എക്സംഷൻ 3000 കുറയ്ക്കാം. ലൈഫ് ടൈമിലുള്ള ഏത് ട്രാൻസ്ഫർ ആണെങ്കിലും 3000 നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ചാർജബിൾ എമൗണ്ട് 394,000 തന്നെ വരും. അപ്പൊ ഈ പെറ്റിന് ഒരു പ്രത്യേക, CLTക്ക് ഒരു പ്രത്യേകതയുണ്ട്. CLT ലൈഫ് ടൈമിൽ ചാർജബിൾ ആണ്. അതായത് ലൈഫ് ടൈമിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ടാക്സ് അടയ്ക്കണം. അപ്പൊ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് ചാർജബിൾ അല്ലേ? അപ്പൊ ലൈഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യാം? നിൽ റൈറ്റ് ബാൻഡ് ഉപയോഗിക്കാം. നിൽ റൈറ്റ് ബാൻഡ് 325,000 നമ്മൾ ചാർജബിൾ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ പിന്നീട് ആകെ 69,000 ഉള്ളൂ. ഈ 69,000 മേലെയാണ് IST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ IST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? CLT ആണ്, ലൈഫ് ടൈം ട്രാൻസ്ഫർ ആണ്. നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്, ലൈഫ് ടൈം റേറ്റ് 20% ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 69,000ന്റെ 20% IST ആയിട്ട് കാണിക്കും, 13,800. ഓക്കെ, അപ്പൊ ഇത്ര എമൗണ്ട് ട്രസ്റ്റ് ടാക്സ് ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ട്രസ്റ്റ് ടാക്സ് പേ ചെയ്യുമ്പോഴാണ് ഈ കമ്പ്യൂട്ടേഷൻ നമ്മൾ 20% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടെയും, അപ്പൊ ഇവിടെ CLT നടത്തി, അപ്പൊ CLT ലൈഫ് ടൈമിൽ തന്നെ ചാർജബിൾ ആണ്. ലൈഫ് ടൈമിൽ നിൽ റൈറ്റ് ബാൻഡ് കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുക്കും. അപ്പോ ഒരു സെക്കൻഡ്, ഓക്കെ, അപ്പോ നമ്മളുടെ ഈ CLTക്ക് പിന്നൊരു പ്രത്യേകത ഉള്ളത്, ഈ CLT നടത്തി കഴിഞ്ഞ് വിത്തിൻ 7 ഇയേഴ്സിന്റെ ഉള്ളിൽ ഡോണർ ഡെത്ത് ആയി കഴിഞ്ഞാൽ, CLT നടത്തി വിത്തിൻ 7 ഇയേഴ്സിന്റെ ഉള്ളിൽ ഡോണർ മരിച്ചാൽ ഈ CLT പിന്നെയും ചാർജബിൾ ആവും. ഓക്കെ, അപ്പൊ CLT ലൈഫ് ടൈമിലും ചാർജബിൾ ആകാം, ഡെത്തിന്റെ സമയത്തും ചാർജബിൾ ആകാം. ഓക്കെ, അപ്പൊ ലൈഫ് ടൈമിൽ ഒരു ട്രാൻസ്ഫർ നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ, CLT നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ മരിച്ചാൽ ആ ഡെത്തിന്റെ സമയത്ത് CLT വീണ്ടും ചാർജബിൾ ആവും. ഓക്കെ, അപ്പൊ ഡെത്തിന്റെ സമയത്ത് വീണ്ടും ചാർജബിൾ ആവുന്ന എമൗണ്ട് എത്രയാണ്? ഈ 3,94,000. ഓക്കെ, അപ്പൊ 3,94,000 ഡെത്തിന്റെ സമയത്ത് വീണ്ടും ചാർജബിൾ ആയി. അപ്പൊ ഡെത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ചാർജബിൾ ആയല്ലോ, 325,000 നിൽ റൈറ്റ് ബാൻഡ് കുറയ്ക്കും, ബാക്കി 69,000. ദെൻ ഡെത്തിന്റെ സമയത്ത് IHT ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡെത്തിന്റെ സമയത്ത് IHT ലയബിലിറ്റി എത്രയായിരിക്കും? 69,000 ഇൻറ്റു 40%. ഓക്കെ, അപ്പൊ ഡെത്തിന്റെ സമയത്ത് 27,600 IST വരും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു CLT ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആകുമ്പോൾ രണ്ട് സാധനങ്ങൾ, ഡെത്തിന്റെ സമയത്ത് CLTയുടെ ISTയിൽ വരുന്ന എമൗണ്ടിൽ രണ്ട് സാധനങ്ങൾ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ടേപ്പർ റിലീഫ്. ടേപ്പർ റിലീഫ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഒരു ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞിട്ട് ഡോണർ 7 ഇയേഴ്സ് എങ്കിലും എലൈവ് ആണെങ്കിൽ ടേപ്പർ റിലീഫ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ 3 to 4 ഇയേഴ്സ് ഡോണർ എലൈവ് ആയിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ എത്ര പെർസെന്റേജാ? 20%. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 to 4 ഇയേഴ്സ് പെർസെന്റേജ് ആണ്. 3 to 4 ഇയേഴ്സ് ആണെങ്കിൽ ടേപ്പർ റിലീഫ് എത്ര കിട്ടും? 27,600 ഇൻറ്റു 20% ടേപ്പർ റിലീഫ് കിട്ടും. ഓക്കെ, ദെൻ ടേപ്പർ റിലീഫ് കുറച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഡിഡക്ട് ചെയ്യാം, IST ഓൾറെഡി പെയ്ഡ്. കാരണം ലൈഫ് ടൈമിൽ ഈ CLT ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എമൗണ്ട് IHT ആയിട്ട് HMRCക്ക് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈമിൽ എത്ര എമൗണ്ട് IHT കൊടുത്തു? 13,800. അപ്പൊ ലൈഫ് ടൈമിൽ ഒരു ട്രസ്റ്റിന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, ഈ സെയിം സാധനം തന്നെ ഡെത്തിന്റെ സമയത്ത് വീണ്ടും ചാർജബിൾ ആയതാണ്. അപ്പൊ ലൈഫ് ടൈമിൽ ഓൾറെഡി നമ്മളൊരു എമൗണ്ട് ഓഫ് ടാക്സ് കൊടുത്തിട്ടില്ലേ ഈ സെയിം ട്രാൻസ്ഫറിന്റെ മേലെ? അപ്പൊ ലൈഫ് ടൈമിൽ കൊടുത്ത ടാക്സ് എത്രയാണോ ആ സെയിം എമൗണ്ട് IST ഓൾറെഡി പെയ്ഡ് എന്ന് പറഞ്ഞ് ഡെത്തിന്റെ സമയത്തുള്ള ടാക്സിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാം. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഈ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ CLTയുടെ പ്രത്യേകത ഇതാണ്. CLT അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ചാർജബിൾ ആണ്. ദെൻ വിത്തിൻ 7 ഇയറിനുള്ളിൽ ഡോണർ ഡെത്ത് ആയാൽ CLT വീണ്ടും ചാർജബിൾ ആവും. അപ്പൊ CLTന്റെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടേപ്പർ ലീഫ് കുറയ്ക്കാം. ദെൻ CLTയിൽ ലൈഫ് ടൈമിൽ പേ ചെയ്യുന്ന IST ഓൾറെഡി പെയ്ഡ് എന്ന് പറയുന്ന എമൗണ്ട്, ലൈഫ് ടൈമിൽ പേ ചെയ്യുന്ന IST ഡെത്തിന്റെ സമയത്ത് കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് CLTയുടെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, ബേസിക്കലി CLTയുടെ കമ്പ്യൂട്ടേഷൻ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഒരു സംഗതിയും കൂടി ഉള്ളത്, ഇപ്പൊ CLT നമ്മൾ ചെയ്യുമ്പോൾ നോട്ട് ചെയ്തില്ല. ഓക്കെ, നോട്ട് ചെയ്തോ ഒരു 2 minutes ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അപ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്യാം. ഒരു 2 minute. ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ CLTയിൽ വേറൊരു പരിപാടി ഉണ്ട്, ഗ്രോസിംഗ് അപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പൊ CLT ചെയ്യുമ്പോൾ അതില് ഗ്രോസിംഗ് അപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഗ്രോസിംഗ് അപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CLT നമ്മൾ ലൈഫ് ടൈമിൽ ചെയ്യുമ്പോൾ 2 പാർട്ടികൾ ഉണ്ടല്ലോ. CLT ഗിഫ്റ്റ് കൊടുക്കുന്ന ആള് ഡോണർ, അതേപോലെ ഗിഫ്റ്റ് കിട്ടുന്ന ആള് ട്രസ്റ്റ്. അപ്പൊ ഈ ഗ്രോസിംഗ് അപ്പ് എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണർ പേയിങ് ദി ലൈഫ് ടൈം ടാക്സ്. ലൈഫ് ടൈമിൽ CLT ചെയ്യുന്ന സമയത്ത് ഡോണർ തന്നെ ടാക്സ് പേ ചെയ്യുവാണെങ്കിൽ ഗ്രോസിംഗ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ചെയ്ത എക്സാമ്പിൾ ഇല്ലേ, ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. മിസ്റ്റർ എക്സ് ട്രസ്റ്റിന് ടാക്സ് പേ ചെയ്യുന്നു, അല്ല ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തപ്പോ കൊടുത്ത ഗിഫ്റ്റ് 4 ലക്ഷമാണ്, ആനുവൽ എക്സംഷൻ കുറച്ചു, പിന്നെ CLT ആയിട്ട് 394,000 CLT ആണ്. അപ്പൊ ഇതില് ലൈഫ് ടൈമിലെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഡോണറാന്ന് വിചാരിക്കും. ഡോണറാണ് ലൈഫ് ടൈമിലെ ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ നോർമലി ഉള്ള പോലെ 325,000 ഇൻലൈറ്റ് ബാൻഡ് കുറയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ള 69,000 ഡോണറാണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ ഡോണർ 25% ടാക്സ് പേ ചെയ്യണം. ഓക്കെ, ഡോണർ ടാക്സ് പേ ചെയ്യുമ്പോൾ 25% ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ ടാക്സ് വരാം 17,250 ആണ് ടാക്സ് വരാം. ഓക്കെ, ഡോണർ പേ ചെയ്യുമ്പോൾ ടാക്സ് പൊടിക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോ ഇത് ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസിൽ കാണുമ്പോൾ 25%-ന് പകരം 20/80 എന്ന് കാണും. ഓക്കെ, അപ്പൊ 20/80 കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവണ്ട, അത് ഡോണർ ടാക്സ് പേ ചെയ്യുന്നു. അപ്പൊ 25% തന്നെയാണ്. 20/80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡോണർ ടാക്സ് പേ ചെയ്യുമ്പോൾ 25% ടാക്സ് പേ ചെയ്യണം. അപ്പൊ ഇവിടെ ട്രസ്റ്റിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അപ്പോ ഒരു ഡോണർ ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്ത സമയത്ത് കുറച്ച് ടാക്സ് വന്നു, ആ വരുന്ന ടാക്സ് ഡോണർ തന്നെ പേ ചെയ്യുന്നു. അപ്പൊ ട്രസ്റ്റിന്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് കിട്ടുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ കൂടുതലല്ലേ? അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നു, ഗിഫ്റ്റ് കിട്ടിയ സമയത്ത് വന്ന ടാക്സ് ഡോണർ പേയും ചെയ്യുന്നു. അപ്പൊ ശരിക്കും ട്രസ്റ്റിന് കിട്ടിയ ഗിഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചാർജബിൾ എമൗണ്ട് 3,94,000, ചാർജബിൾ എമൗണ്ട് 3,94,000 പ്ലസ് ഡോണർ പേ ചെയ്ത ടാക്സ്. അപ്പോ ശരിക്കും ട്രസ്റ്റിന് കിട്ടിയ ഗിഫ്റ്റിന്റെ വർത്ത് എന്ന് പറയുന്നത് 4,11,250 ആണ്. ഇതാണ് ഗ്രോസ് CLT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അപ്പൊ ലൈഫ് ടൈമിൽ ഡോണർ തന്നെ CLT ചെയ്യുന്ന സമയത്ത് ഡോണർ തന്നെ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡോണർ 25% ടാക്സ് പേ ചെയ്യണം. ദെൻ ട്രസ്റ്റിന് കിട്ടുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കൊടുത്ത ഗിഫ്റ്റിന്റെ എമൗണ്ട്, അതായത് ആനുവൽ എക്സംഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് പ്ലസ് ഡോണർ പേ ചെയ്യുന്ന ടാക്സ്. അപ്പൊ ട്രസ്റ്റിന് കിട്ടുന്ന ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഈ എമൗണ്ട് ആണ്, 4,11,250. ഓക്കെ, അപ്പൊ ഇത്രയും വരെ നമ്മൾ ലൈഫ് ടൈമിൽ കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദെൻ ഇവിടെ ഈ ട്രാൻസ്ഫർ നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ മരിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ മരിക്കുകയാണ്. അപ്പൊ 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ മരിച്ചാൽ ഈ CLT വീണ്ടും ചാർജബിൾ ആവത്തില്ലേ? അല്ലെ? അപ്പൊ ചാർജബിൾ ആകുന്ന എമൗണ്ട് ഏതായിരിക്കും അറിയോ? ഡോണർ മരിക്കുന്ന സമയത്ത് ചാർജബിൾ ആവുന്ന എമൗണ്ട് ഈ 17,250 ആയിരിക്കും. ലൈഫ് ടൈമിലെ ഗ്രോസ് ചാർജബിൾ എമൗണ്ട് ആണ് ഡോണറിന്റെ ഡെത്തിന്റെ സമയത്ത് CLT ആയിട്ട് ട്രസ്റ്റിന് ചാർജബിൾ ആവുക.
അയ്യോ സോറി, 4,11,250 ഞാൻ സെലക്ട് ചെയ്ത കോളം മാറിപ്പോയി. അപ്പോൾ 4,11,250 ആണ് ഇതിന്റെ ചാർജബിൾ എമൗണ്ട്. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ട്രസ്റ്റ് ഇതിന്റെ മേലുള്ള ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നിൽ റേറ്റ് ബാൻഡ് കുറയ്ക്കാം, 325,000 നിൽ റേറ്റ് ബാൻഡ് കുറയ്ക്കാം. അത് കുറച്ചിട്ട് 86,250. അപ്പൊ അതിന്റെ മേലെ ഡെത്തിന്റെ സമയത്ത് എന്ത് ചെയ്യാം, ഇതിന്റെ മേലെയാണ് IST കാൽക്കുലേറ്റ് ചെയ്യാൻ. IST കാൽക്കുലേറ്റ് 86,250 into 40%. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, IST ഇപ്പൊ ടേപ്പർ റിലീഫ് ഉണ്ടെങ്കിൽ ടേപ്പർ റിലീഫ് കുറയ്ക്കാം. ഓക്കെ, ടേപ്പർ റിലീഫ് ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര കാലം ഡോണർ അലൈവ് ആയിരുന്നു, 3 to 4 years ആണെങ്കിൽ 20, 4 to 5 years ആണെങ്കിൽ 40. ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് സ്ലാബ് വി ക്യാൻ ഡിഡക്ട് ദി ടേപ്പർ റിലീഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ ടേപ്പർ റിലീഫ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ടേപ്പർ റിലീഫ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടേപ്പർ റിലീഫ് കുറയ്ക്കുക. then after that IST പെയ്ഡ്. ഈ സെയിം ട്രാൻസ്ഫറിന് ലൈഫ് ടൈമിൽ എത്ര IST കൊടുത്തു നോക്കുക. ലൈഫ് ടൈമിൽ 17,250 കൊടുത്തിട്ടുണ്ട്. അത് ഡെത്തിന്റെ സമയത്ത് കുറയ്ക്കുക. ഡെത്തിന്റെ സമയത്ത് 17,250 ടാക്സ് വരും. ഓക്കെ, അപ്പൊ ലൈഫ് ടൈമിൽ ഡോണർ തന്നെ ടാക്സ് പേ ചെയ്യുന്നാൽ ഗ്രോസിംഗ് അപ്പ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് CLT റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ്. ഡോണർ ചോദിച്ചു സർ, ലൈഫ് ടൈം എത്ര നിൽ റേറ്റ് ബാൻഡ് കൊടുത്തിനോ ആ സെയിം എമൗണ്ട് ഡെത്തിന്റെ നിൽ റേറ്റ് ബാൻഡും കൊടുക്കണ്ടേ? മോസ്റ്റ് ഓഫ് കേസസിലും അങ്ങനെ ആയിരിക്കും വരിക. പക്ഷേ നമ്മുടെ 7 year ക്യുമുലേഷൻ റൂൾ ഉണ്ട്. അപ്പൊ 7 year ക്യുമുലേഷൻ റൂൾ ഉള്ളത് കൊണ്ട് ലൈഫ് ടൈമിലുള്ള അതേ എമൗണ്ട് ഡെത്തിൽ കിട്ടണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ലൈഫ് ടൈമിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഡെത്തിന്റെ സമയത്ത് കിട്ടില്ല. ലൈഫ് ടൈമിൽ കിട്ടിയതായിരിക്കും ഡെത്തിന്റെ സമയത്തും കൂടി കിട്ടുന്ന മാക്സിമം. ഇപ്പൊ ലൈഫ് ടൈമിൽ ഒരു 2 lakh ആണ് നിൽ റേറ്റ് ബാൻഡ് കിട്ടിയത്, ഡെത്തിന്റെ സമയം 2 lakhനേക്കാൾ കൂടുതൽ കിട്ടില്ല. അത് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 7 year ക്യുമുലേഷൻ പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ മോസ്റ്റ് ഓഫ് കേസിലും ലൈഫ് ടൈമിൽ കിട്ടുന്ന അതേ നിൽ റേറ്റ് ബാൻഡ് ആണ് ഡെത്തിന്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ബേസിക് ആയിട്ടുള്ള പെറ്റ് CLT ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡെത്ത് ടാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഡെത്ത് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്തിന്റെ സമയത്ത് വരുന്ന ടാക്സ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ CLT ആണെങ്കിലും പെറ്റ് ആണെങ്കിലും ലൈഫിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ കഴിഞ്ഞ് 7 yearനുള്ളിൽ ഡോണർ ഡെത്ത് ആയാൽ ഡെത്തിന്റെ സമയത്ത് ഒരു എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേഷൻ വരില്ലേ, അതാണ് ഡെത്ത് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം. ഈ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യൂ ഡയറക്ട്ലി തരാറുണ്ട്. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യൂ ഡയറക്ട്ലി തരത്തില്ല. അപ്പൊ ശരിക്കും ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ നമ്മൾ നടത്തണം. അപ്പോൾ ഈ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡെത്ത് എസ്റ്റേറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകും. ഡെത്ത് എസ്റ്റേറ്റിൽ ഇൻക്ലൂഡഡ് ആവുന്നത് ഓൾമോസ്റ്റ് ഒരാളുടെ എല്ലാ അസറ്റുകളും, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ്, മെഷീനറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല അസറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെത്ത് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അയാളുടെ പ്രോപ്പർട്ടീസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരാൾക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ അസറ്റ്സും എന്ത് ചെയ്യാം, നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഡെത്ത് എസ്റ്റേറ്റിലേക്ക് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇയാളുടെ എല്ലാ അസറ്റുകളും ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഈ ടോട്ടൽ കിട്ടുന്ന ഡെത്ത് എസ്റ്റേറ്റിന്റെ, അപ്പൊ എല്ലാ അസറ്റും കൂടി നമ്മൾ കൂട്ടി ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടി. ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് ഡിഡക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിഡക്ഷൻസ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഇയാളുടെ ലീഗലി ഫ്യൂണറൽ എക്സ്പെൻസസ്, ഡെത്ത് അയാളുടെ ഫ്യൂണറൽ എക്സ്പെൻസസ് എത്രയാണോ ആ ഫ്യൂണറൽ എക്സ്പെൻസസിന്റെ വാല്യൂ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യൂവിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ ഇയാളുടെ ലീഗൽ ലയബിലിറ്റീസ്, ലീഗലി എൻഫോഴ്സബിൾ ലയബിലിറ്റീസ്, ലീഗലി എൻഫോഴ്സബിൾ ആയിട്ടുള്ള ലയബിലിറ്റീസ് എല്ലാം എന്ത് ചെയ്യാം, ഇതിന്ന് ഡിഡക്ട് ചെയ്യാം. ഡെത്ത് എസ്റ്റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഇൻകംസും ആഡ് ചെയ്യുന്നു, അല്ല എല്ലാ അസറ്റുകളും ആഡ് ചെയ്യുന്നു, ഇയാളുടെ ലയബിലിറ്റീസ് എല്ലാം കുറയ്ക്കുന്നു. അപ്പൊ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് നമ്മുടെ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യൂവിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഡെത്ത് എസ്റ്റേറ്റിൽ
ഇൻക്ലൂഡ് ചെയ്യാത്ത സാധനങ്ങൾ. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു സംഗതിയാണ് പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ട് ഡെത്ത് എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഡെത്ത് എസ്റ്റേറ്റിൽ പെൻഷൻ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യരുത്. ബാക്കിയുള്ള എല്ലാ അസറ്റുകളും നമുക്ക് ഡെത്ത് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതേപോലെ ലൈഫ് അഷുറൻസ് പോളിസി, ഇയാൾക്ക് ഇപ്പൊ ലൈഫ് അഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോ ലൈഫ് അഷുറൻസ് പോളിസിയുടെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവും, അതേപോലെ അതിന്റെ പ്രൊസീഡ്സും തന്നിട്ടുണ്ടാവും. രണ്ട് സാധനങ്ങൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ രണ്ട് സാധനം തന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് അഷുറൻസ് പോളിസി ഇയാൾക്ക് ഉണ്ടെങ്കിൽ ഇയാൾ ഡെത്ത് ആകുമ്പോൾ ഒരു എമൗണ്ട് അയാളുടെ ഡിപ്പെൻഡൻസിന് കിട്ടും. അതാണ് ഈ ലൈഫ് അഷുറൻസ് പോളിസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ലൈഫ് അഷുറൻസ് പോളിസിക്ക് അയാൾ ഡെത്ത് ആകുമ്പോഴുള്ള മാർക്കറ്റ് വാല്യൂവും പ്രൊസീഡ്സും നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ എടുക്കേണ്ടത് പ്രൊസീഡ്സ് ആണ്. മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യരുത്, പ്രൊസീഡ്സേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഡെത്ത് എസ്റ്റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ കയ്യിലുള്ള അസറ്റിന്റെ അയാളുടെ വേർത്താണ്, അയാളുടെ അസറ്റ്സിന്റെ വേർത്താണ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഒരാൾ ഡെത്ത് ആവുമ്പോൾ ഒരാൾ മരിക്കുകയാണ്. അപ്പൊ അയാൾ മരിക്കുമ്പോൾ അയാളുടെ ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരാൾ ഡെത്ത് ആയപ്പോൾ അയാളുടെ ടോട്ടൽ 10 lakhs അസറ്റ് ഉണ്ട്, 1 million അസറ്റ് ഉണ്ട്. അതാണ് അയാളുടെ ഡെത്ത് എസ്റ്റേറ്റ്. അപ്പൊ ഒബ്വിയസ്ലി ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ ഈ ഡെത്ത് എസ്റ്റേറ്റ് മുഴുവൻ അയാളുടെ അടുത്ത അനന്തരാവകാശിക്ക് ട്രാൻസ്ഫർ ആവുമല്ലോ. അപ്പൊ അത് ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് അവിടെ എന്തായാലും ഒരു ടാക്സ് അറൈസ് ചെയ്യുമല്ലോ. അപ്പൊ ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ അസറ്റ് മുഴുവൻ എന്തായാലും മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോ ഈ ഡെത്ത് എസ്റ്റേറ്റിന്റെ മേലെ എത്ര IST വരുന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം ഇയാളുടെ അസറ്റ് മുഴുവൻ ട്രാൻസ്ഫർ ആവാണ്, അപ്പോൾ ഒരു IST അറൈസ് ചെയ്യും, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് എസ്റ്റേറ്റിന്റെ വാല്യുവേഷൻ എടുക്കും, വാല്യൂ കണ്ടുപിടിക്കും. അതിൽ ഡെത്ത് എസ്റ്റേറ്റിൽ നമുക്ക് നിൽ റേറ്റ് ബാൻഡ് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. ലൈഫ് ടൈം ട്രാൻസ്ഫർ ഒന്നും ഒരാൾ ചെയ്തില്ല, അയാൾ നിൽ റേറ്റ് ബാൻഡ് അപ്പൊ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെത്ത് എസ്റ്റേറ്റിൽ നിന്ന് നിൽ റേറ്റ് ബാൻഡ് കംപ്ലീറ്റ്ലി നമ്മൾ കുറയ്ക്കുകയാണ്, 6,75,000. ഇതിന്റെ മേലെ IST ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ 6,75,000 ഇൻറ്റു 40%, ഇത്ര എമൗണ്ട് IST ലയബിലിറ്റി ഡെത്ത് എസ്റ്റേറ്റിന്റെ മേലെ വരും. അപ്പൊ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ചോദിക്കുന്ന ഒരു സംഗതിയാണ്, ഡെത്ത് എസ്റ്റേറ്റിന് ആനുവൽ എക്സംഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? നോ ആനുവൽ എക്സംഷൻ. കാരണം ആനുവൽ എക്സംഷൻ എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക? ആനുവൽ എക്സംഷൻ ഈസ് ഓൺലി അവൈലബിൾ ഫോർ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിന് മാത്രമുള്ള എക്സംഷൻ ആണ് ആനുവൽ എക്സംഷൻ. ഇത് ഡെത്ത് എസ്റ്റേറ്റ് അല്ലേ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ അസറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആനുവൽ എക്സംഷൻ ഡെത്ത് എസ്റ്റേറ്റിൽ കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, അതേപോലെ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ അങ്ങനത്തെ സാധനമൊന്നും കുറയ്ക്കരുത്. കാരണം ഒരാൾ മരിക്കുമ്പോൾ മാരേജ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണതല്ലല്ലോ ഇതൊന്നും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ എക്സംഷൻസ് ഒന്നും ഡെത്ത് എസ്റ്റേറ്റിനില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡെത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം. ഒരാൾ ഡെത്ത് ആവുമ്പോൾ അയാളുടെ കയ്യിലുള്ള അസറ്റ്സിന്റെ വാല്യൂവിന്റെ ടോട്ടലാണ് ഡെത്ത് എസ്റ്റേറ്റ്. അപ്പൊ അതിന്റെ വാല്യൂല് അവൈലബിൾ നിൽ റേറ്റ് ബാൻഡ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം. അത് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് 40% ടാക്സ്ഡ് ആവും. ഓക്കെ, ഇതാണ് ഡെത്ത് എസ്റ്റേറ്റ്. അപ്പൊ ഈ പറഞ്ഞ 4 സാധനങ്ങൾ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്തു. ഇതിന്റെ മേലേക്കുള്ള അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സംഷൻസ് ആണ്. ഓക്കെ, ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് എക്സംഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൽ ഓൾറെഡി നമ്മൾ 1-2 എക്സംഷൻസ് പറഞ്ഞു. ഒന്ന് ആനുവൽ എക്സംഷൻ ആണ്. ആനുവൽ എക്സംഷനേക്കാളും മേലെയാണ് സ്പൗസ് എക്സംഷൻ. ഓക്കെ, സ്പൗസ് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ്. അതായത് സ്പൗസസ് തമ്മിൽ ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല. ഇപ്പൊ ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, വൈഫ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ എന്ത് സാധനം ഹസ്ബൻഡും വൈഫും തമ്മിൽ അല്ലെ രജിസ്റ്റേർഡ് സിവിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്താൽ അത് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ് IHT. ഓക്കെ, എത്ര എമൗണ്ടിന്റെ ഗിഫ്റ്റ് ആണെങ്കിലും അത് ലൈഫ് ടൈമിലായിക്കോട്ടെ, ഡെത്തിലായിക്കോട്ടെ, ഡെത്ത് എസ്റ്റേറ്റിലായിക്കോട്ടെ, കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഇപ്പൊ ലൈഫ് ടൈമിൽ ഒരാൾ ഒരു ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുന്നു, അത് എക്സംപ്റ്റഡ് ആണ്. അത് ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണല്ലോ.
രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ലൈഫ് ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് പെറ്റല്ലേ. അപ്പൊ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ പോലും ലൈഫ് ടൈമിൽ ഇൻഡിവിജ്വൽസിലുള്ള ട്രാൻസ്ഫേഴ്സ് എക്സംപ്റ്റഡ് ആണ്. ഒരു ഹസ്ബൻഡ് വൈഫിന് ഗിഫ്റ്റ് കൊടുത്താൽ ലൈഫ് ടൈമിൽ അത് സ്പൗസ് എക്സംഷൻ ആണ്. ദെൻ വിത്തിൻ 7 ഇയറിന്റെ ഉള്ളിൽ ഈ ഡോണർ മരിച്ചു, ഹസ്ബൻഡ് മരിച്ചു, അപ്പോ ഈ സ്പൗസ് എക്സംഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്ത ഗിഫ്റ്റ് വീണ്ടും ചാർജബിൾ ആവില്ല. ഡെത്തിന്റെ സമയത്തും അത് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതേപോലെ ഒരാളുടെ ഡെത്ത് ആവുമ്പോൾ അയാളുടെ ഡെത്ത് എസ്റ്റേറ്റ് വലിയ എമൗണ്ട് ഉണ്ട്. ഈ ഡെത്ത് എസ്റ്റേറ്റിൽ കുറെ ഒരു പോർഷൻ, വലിയൊരു പോർഷൻ അയാളുടെ ഹസ്ബൻഡിന് അല്ലെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഡെത്ത് ആണെങ്കിലും ലൈഫ് ടൈമിലാണെങ്കിലും സ്പൗസസ് തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സ് കംപ്ലീറ്റ്ലി IST എക്സംപ്റ്റഡ് ആയിരിക്കും. ഇതാണ് ആദ്യത്തെ ഒരു എക്സംഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ആനുവൽ എക്സംഷൻ. അപ്പൊ ഈ ആനുവൽ എക്സംഷന്റെ ലിമിറ്റ് നമ്മൾ പറഞ്ഞല്ലോ 3000 പെർ ടാക്സ് ഇയർ. ഒരു ഇയറിലേക്ക് 3000 ആണ് ആനുവൽ എക്സംഷന്റെ ലിമിറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു കൊല്ലം നമ്മൾ ഏത് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ആ ഗിഫ്റ്റിന്റെ വാല്യൂവിൽ നിന്ന് ആദ്യം ആനുവൽ എക്സംഷൻ കുറയ്ക്കണം. 3000 ആനുവൽ എക്സംഷൻ കുറയ്ക്കണം. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ചാർജബിൾ എമൗണ്ട് ആവുക. ഓക്കെ, അപ്പോ എല്ലാ കൊല്ലവും നമുക്കൊരു 3000 ആനുവൽ എക്സംഷൻ ഉണ്ടാവും. അപ്പൊ ഒരു കൊല്ലം ആനുവൽ എക്സംഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു കൊല്ലത്തിലേക്കും കൂടി അത് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കൊല്ലത്തിലേക്കും കൂടിയേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഇതാണ് ആനുവൽ എക്സംഷന്റെ ലിമിറ്റ്. പിന്നെ ഉള്ള സാധനമാണ് മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ. മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ. അപ്പൊ ഈ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ആണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി അതൊക്കെ നോട്ട് ചെയ്തു. പാരന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ 5000, ഗ്രാൻഡ് പാരന്റ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ 2500, ദെൻ എനി അതർ ആണ് കൊടുക്കുന്നതെങ്കിൽ 1000. അപ്പൊ ഈ ഒരു റേറ്റിൽ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻസും IST അവൈലബിൾ ആണ്. അപ്പൊ ഇത് മാരേജിന്റെ പർപ്പസിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇൻ അഡീഷൻ ടു ആനുവൽ എക്സംഷൻ ഇത്ര എമൗണ്ടും കൂടി എക്സംഷൻ ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു എക്സംഷൻ എന്ന് പറയുന്നത് സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ ആണ്. സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ എന്ന് പറയുന്നത് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 250 pounds പെർ പേഴ്സൺ പെർ ടാക്സ് ഇയർ. അതായത് ഒരു ടാക്സ് ഇയറിൽ ഒരു ഇൻഡിവിജ്വലിന് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂ 250 pound താഴെയാണെങ്കിൽ അത് സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ ആണ്. അപ്പൊ അതിന്റെ മേലെ ടാക്സ് ഒന്നും വരില്ല. അപ്പൊ ഈ ഗിഫ്റ്റ് കൊടുത്ത് 7 ഇയറിന്റെ ഉള്ളിൽ ഞാൻ ഡോണർ ഡെത്ത് ആയി പോയി കഴിഞ്ഞാലും അത് വീണ്ടും ടാക്സബിൾ ആവില്ല. ഓക്കെ, അപ്പോൾ സ്മോൾ ഗിഫ്റ്റ് ആയിട്ട് 250 pound താഴെയുള്ള ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാം. അത് സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ഗിഫ്റ്റ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആയിരിക്കും. വിത്തിൻ 7 ഇയറിനുള്ളിൽ ഡോണർ ഡെത്ത് ആയാലും അത് വീണ്ടും ചാർജബിൾ ആവില്ല. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഫ്രം IST. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് എക്സംഷൻസ് നമുക്കുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇതിന്റെ ഡ്യൂ ഡേറ്റ് ആണ്. ഞാൻ 7 ഇയർ ക്യൂമുലേഷൻ ഏറ്റവും അവസാനമേ പറയുള്ളൂ കേട്ടോ. ഏറ്റവും അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 7 ഇയർ ക്യൂമുലേഷൻ പറയാം. അത് 7 ഇയർ ക്യൂമുലേഷന് മുമ്പ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ഡ്യൂ ഡേറ്റ്സ്. നമുക്ക് IHTയുടെ പേയ്മെന്റ് ഡേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി IHTയുടെ പേയ്മെന്റ് ഡേറ്റ്സ് ആണ്. അപ്പൊ IHTയുടെ ലൈഫ് ടൈമിലെ പേയ്മെന്റ്സ്, അതായത് ലൈഫ് ടൈമിൽ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ CLTക്ക് മാത്രമല്ലേ ലൈഫ് ടൈമിൽ ടാക്സ് വരുള്ളൂ. അതായത് ലൈഫ് ടൈമിൽ 2 ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവുള്ളൂ. ലൈഫ് ടൈമിൽ ചെയ്യുന്ന ട്രാൻസ്ഫർ എന്താവാം? ഒന്നുകിൽ അതൊരു പെറ്റ് ആവാം, അല്ലെങ്കിൽ അതൊരു CLT ആവാം. ഓക്കെ, ഇത് പെറ്റ് ഓർ CLT. ഓക്കെ, അപ്പൊ ഇതൊരു പെറ്റോ CLTയോ ആകാം. ലൈഫ് ടൈമിൽ അപ്പൊ പെറ്റ് അല്ലെങ്കിൽ CLT ചെയ്യാൻ പറ്റുമോ? അപ്പൊ ലൈഫ് ടൈമിൽ നമ്മൾ പെറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈഫ് ടൈമിൽ ഒരു പെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ലൈഫ് ടൈമിൽ ടാക്സ് ഇല്ല. കാരണം പെറ്റ് ഈസ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ഇൻ ദി ലൈഫ് ടൈം. CLT എന്ന് പറയുന്നത് ലൈഫ് ടൈമിൽ ചാർജബിൾ ആണ്. അപ്പൊ ലൈഫ് ടൈമിൽ CLT ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ടാക്സ് വരാം.
അപ്പൊ ലൈഫ് ടൈമിലെ CLT നമ്മൾ പേ ചെയ്യേണ്ടത്, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ലൈഫ് ടൈമിൽ എങ്ങനെ CLT കാൽക്കുലേറ്റ് ചെയ്യും, അത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് നമ്മൾ എപ്പോൾ പേ ചെയ്യണം? നമ്മൾ പേ ചെയ്യേണ്ടത് അൺടിൽ ദി ലേറ്റർ ഓഫ് 2 ഡേറ്റ് ഉണ്ട്. അതിൽ ലേറ്റർ ഡേറ്റിനുള്ളിലാണ് ലൈഫ് ടൈമിലുള്ള CLTയുടെ പേയ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 30th April after the tax year in which the gift was transferred. അതായത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ടാക്സ് ഇയർ കഴിഞ്ഞിട്ടുള്ള 30th April. ഓക്കെ. രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 6 months from the end of the month in which the gift was transferred. ഇതാണ് അടുത്ത ഡേറ്റ്. 6 months from the end of the month in which the gift was transferred. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ലൈഫ് ടൈമിൽ ഒരു CLT ചെയ്യാണ്. ഓക്കെ, ലൈഫ് ടൈമിൽ ഞാനൊരു CLT ചെയ്യുന്നു. അപ്പൊ CLT ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 18 നവംബർ വേണ്ട, ഒരു 18 ജനുവരി 18th January 2022 ഈ ഡേറ്റിൽ ഞാനൊരു CLT ചെയ്തു. അപ്പോ ഈ CLT റിലേറ്റഡ് ആയിട്ട് വരുന്ന IST ലയബിലിറ്റി, ഈ CLT ചെയ്യുമ്പോൾ ഒരു IST വരുമല്ല, അപ്പൊ ആ IST ഞാൻ എപ്പോ പേ ചെയ്യണം? അത് ഞാനായാലും ട്രസ്റ്റ് ആയാലും CLT ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ട്രസ്റ്റ് ടാക്സ്, ആരാണ് ടാക്സ് കൊടുക്കുന്നതെങ്കിലും ഈ ഡേറ്റിൽ വരുന്ന CLT എപ്പോ പേ ചെയ്യണം? അത് ഈ 2 ഡേറ്റ്സിൽ ലേറ്റർ ഡേറ്റിനുള്ളിലാണ്. അതിൽ ആദ്യത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30th April after the tax year in which the gift was made. അപ്പൊ ഇത് ഏത് ടാക്സ് ഇയറിലാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്? 18th January 22 എന്ന് പറയുമ്പോൾ 21-22 ടാക്സ് ഇയറിലാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 21-22 ടാക്സ് ഇയർ കഴിഞ്ഞ് വരുന്ന 30th April. 21-22 ടാക്സ് ഇയർ എന്ന് അവസാനിക്കും? 2022 April 5. അപ്പൊ 2022 April 5 കഴിഞ്ഞു വരുന്ന 30th April. അപ്പൊ അത് ഏതായിരിക്കും? 30th April 2022. ഇതാണ് ആദ്യത്തെ ഡേറ്റ്. രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 6 months from the end of the month in which the gift was transferred. നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന മന്തിന്റെ എൻഡ് മുതൽ 6 മാസം. ഗിഫ്റ്റ് കൊടുക്കുന്ന ജനുവരിയിലല്ലേ? അപ്പൊ ജനുവരി എൻഡ് മുതൽ 6 മാസം. ജനുവരി എൻഡ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മുതൽ നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ജനുവരി എൻഡ് മുതൽ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. അപ്പോ 31st July 22. ഇപ്പൊ 2 ഡേറ്റ് കിട്ടി. ഇതിൽ ലേറ്റർ ഡേറ്റ്, ഈ ലേറ്റർ ഡേറ്റിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണം? IST പേ ചെയ്യണം. അപ്പൊ ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ CLTക്ക് മാത്രമേ ടാക്സ് വരുള്ളൂ. അപ്പോൾ ആ CLT നമ്മൾ പേ ചെയ്യേണ്ടത് ഈ 2 ഡേറ്റ്സിൽ ലേറ്റർ ഡേറ്റിനുള്ളിലാണ്. ഓക്കെ, ഇനി ഡെത്തിന്റെ സമയത്ത് വരുന്ന ടാക്സസ് അറൈസിങ് ഓൺ ഡെത്ത്. ഒരാളുടെ ഡെത്ത് സംഭവിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ടാക്സും, ആ ഡെത്ത് ടാക്സ് ആയിക്കോട്ടെ, ഡെത്ത് എസ്റ്റേറ്റിന്റെ മേലുള്ള ടാക്സ് ആയിക്കോട്ടെ, എനിത്തിങ്, ഡെത്തിന്റെ സമയത്ത് വരുന്ന എല്ലാ ടാക്സുകളും പേ ചെയ്യാൻ സെയിം ഡേറ്റ് ആണ്. അത് ഇത്ര ഉള്ളൂ. 6 months from the end of the month in which the donor died. അതായത് എന്നാണോ ഡോണർ മരിക്കുന്നത്, അതായത് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളല്ലേ, ഡെത്ത് എസ്റ്റേറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ എന്നാണോ മരിക്കുന്നത്, അയാൾ മരിക്കുന്ന മന്തിന്റെ അവസാനം മുതൽ 6 മാസം. ഓക്കെ, എന്നൊരാൾ മരിക്കുന്നു, ആ മരിക്കുന്ന മന്തിന്റെ എൻഡ് മുതൽ 6 മാസം, അതിനുള്ളിൽ ഡെത്തിന്റെ സമയത്ത് വരുന്ന എല്ലാ ടാക്സുകളും പേ ചെയ്തിരിക്കും. ഓക്കെ, ഇതാണ് പേയ്മെന്റ് ഡേറ്റ്സ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു 90% കാര്യങ്ങൾ നമ്മൾ ISTയിലുള്ള ഡിസ്കസ് ചെയ്യുന്നു.
ഓക്കെ, ഇനി ഒരു 7 ഇയർ ക്യുമുലേഷൻ റൂളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7 ഇയർ ക്യുമുലേഷൻ നമുക്ക് പറയാം, ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പറയാം. ഓക്കെ, 7 ഇയർ ക്യുമുലേഷൻ പറഞ്ഞിട്ട് നേരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ 7 ഇയർ ക്യുമുലേഷൻ പറയുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രേക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ്, എത്രയായി, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ. എന്നിട്ട് നമുക്ക് 7 ഇയർ ക്യുമുലേഷൻ പറയാം, ദെൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ്, അത് നോക്കാണ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിനി 7 ഇയർ ക്യുമുലേഷന്റെ റൂളും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ കിറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, ഡിഫിക്കൽട്ടായിട്ട്, അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ടു 220 പ്രശ്നമുണ്ട്. നമുക്ക് 220 തന്നെ അങ്ങ് ചെയ്തോളെ. മാർക്കസ്, യെസ്, നമുക്ക് മാർക്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കേ. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാ. അപ്പൊ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതില് ആദ്യത്തെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മളോട് പറയുന്നത്, ഇൻഹെറിറ്റൻസ് ടാക്സ് ലെജിസ്ലേഷൻ ഡസ് നോട്ട് ആക്ച്വലി കണ്ടെയ്ൻ എ ഡെഫിനിഷൻ ഓഫ് who is and who is not a chargeable person. Okay, explain whether or not a married couple is treated as a chargeable person for inheritance tax purpose. അതായത് ഇൻഹെറിറ്റൻസ് ടാക്സിൽ ഓരോ ഇൻഡിവിജ്വൽസും സെപ്പറേറ്റ് തന്നെയാണ്. മാരീഡ് കപ്പിൾസ് ആകുമ്പോൾ അവർക്ക് എന്താണ്, കുറെ എക്സംഷൻസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പൊ അവര് മാരീഡ് കപ്പിൾ ആണെങ്കിൽ അവർ 2 ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് 2 പേർക്കും കൂടിയിട്ട് വേറെ സംഗതികളൊന്നുമില്ല. അവർ തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സിനൊക്കെ ഒത്തിരി എക്സംഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ മാരീഡ് കപ്പിൾ ആണെങ്കിലും ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ടാക്സബിൾ പേഴ്സൺസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ വേറെ എക്സംഷൻസ് ഒന്നുമില്ല. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത് പറയുന്നത്, സ്റ്റേറ്റ് ദി സ്പെഷ്യൽ ഇൻഹെറിറ്റൻസ് ടാക്സ് മെഷേഴ്സ് വിച്ച് ആർ ആപ്ലിക്കബിൾ ടു മാരീഡ് കപ്പിൾസ്. അപ്പൊ ഈ മാരീഡ് കപ്പിൾസ് തമ്മിലുള്ള ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ അഡീഷണൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ മാരീഡ് കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അഡ്വാൻറ്റേജ് ഒന്ന് നമ്മൾ പറഞ്ഞു, ലൈഫ് ടൈം എന്താണ്, അവർ തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സ് എപ്പോഴും എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അവർ തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സിൽ ഒരിക്കലും ടാക്സ് വരില്ല. ലൈഫ് ടൈമിലാണെങ്കിലും ഡെത്തിലാണെങ്കിലും ടാക്സ് വരില്ല. അത് ഒരു പോയിന്റ്. പിന്നെ അതേപോലെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു, ഹസ്ബൻഡോ വൈഫോ ഡെത്ത് ആവുന്ന സമയത്ത് അവരുടെ നിൽ റേറ്റ് ബാൻഡ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നിൽ റേറ്റ് ബാൻഡ് ലിവിങ് പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നിൽ റേറ്റ് ബാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഡെത്തിന്റെ സമയത്ത് സ്പൗസസിന് അൺയൂസ്ഡ് നിൽ റേറ്റ് ബാൻഡ്
ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു ഹസ്ബൻഡ് ഡെത്ത് ആവുമ്പോൾ അയാളുടെ നിൽ റൈറ്റ് ബാൻഡ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ആ അൺയൂസ്ഡ് നിൽ റൈറ്റ് ബാൻഡ് എന്ത് ചെയ്യാം, വൈഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊവിഷനും. പിന്നെ അതേപോലെ യെസ്, അപ്പൊ 2 നിൽ റൈറ്റ് ബാൻഡുകളും, റെസിഡൻഷ്യൽ നിൽ റൈറ്റ് ബാൻഡും നോർമൽ നിൽ റൈറ്റ് ബാൻഡും ഇതേപോലെ സ്പൗസസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഇത് രണ്ടുമാണ് മാരീഡ് കപ്പിൾസിനുള്ള അഡീഷണൽ റൂൾസ് ഉള്ളത്. അവർ തമ്മിലുള്ള ട്രാൻസ്ഫേഴ്സ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ദെൻ അതേപോലെ അൺയൂസ്ഡ് നിൽ റൈറ്റ് ബാൻഡ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി ഇൻഹെറിറ്റൻസ് ടാക്സ് വിച്ച് വിൽ ബി പേയബിൾ ആസ് എ റിസൾട്ട് ഓഫ് മാർക്കസ് ഡെത്ത്. മാർക്കസിന്റെ ഡെത്തിന്റെ സമയത്ത് വരുന്ന IST ലയബിലിറ്റി എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡെത്തിന്റെ സമയത്തുള്ള നിൽ റൈറ്റ് ബാൻഡ് ഡെത്തിന്റെ സമയത്തുള്ള ടാക്സ് ലയബിലിറ്റി മാത്രമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിലും ലൈഫ് ടൈമിലെ കമ്പ്യൂട്ടേഷനും കൂടി ചെയ്താലാണ് ഡെത്തിന്റെ സമയത്തുള്ള കമ്പ്യൂട്ടേഷൻ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരാണ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റഫായിട്ട് ലൈഫ് ടൈമിലെ കമ്പ്യൂട്ടേഷൻ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്, എന്നിട്ട് ഡെത്തിലെ ചെയ്യാം. ഓക്കെ, അപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ലൈഫ് ടൈം IHT ഓൺ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ്. ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിൽ IHT എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ലൈഫ് ടൈമില് ഇയാൾ ലൈഫ് ടൈമിൽ ചെയ്ത ഓരോ ട്രാൻസ്ഫേഴ്സ് നോക്കാം. മാർക്കസ് ഡൈഡ് ഓൺ 31 December 2022 അയാൾ മരിക്കുന്നത്. അപ്പൊ ലൈഫ് ടൈമിൽ ചെയ്ത ട്രാൻസ്ഫർ ഓൺ 14th January 2011 മാർക്കസ് മെയ്ഡ് എ ചാർജബിൾ ലൈഫ് ടൈം ട്രാൻസ്ഫർ ഓഫ് 315,000 ടു എ ട്രസ്റ്റ്. അപ്പൊ 14th January 2011, അപ്പോ 14th January 2011 ഇയാൾ ഒരു CLT നടത്തിയിട്ടുണ്ട്. അപ്പൊ 3,15,000 CLT ആണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് അവിടെ തന്നെ അവർ ബാക്കിയും പറയുന്നുണ്ട്. ദി ട്രസ്റ്റ് ഈസ് പെയ്ഡ് ദി ലൈഫ് ടൈം ഇൻഹെറിറ്റൻസ് ടാക്സ്. ലൈഫ് ടൈമിൽ ട്രസ്റ്റ് ആണ് ടാക്സ് പേ ചെയ്തത്. അപ്പൊ ടാക്സ് 600 വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പ്യൂട്ടേഷൻ ഒക്കെ ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ട്രാൻസ്ഫർ നടത്തിയപ്പോൾ ലൈഫ് ടൈമിൽ വന്ന IHT എന്ന് പറയുന്നത് 600 ആണ്. അപ്പൊ അത് വലിയ യൂസ്ഫുൾ ഒന്നുമല്ല. അപ്പൊ ലൈഫ് ടൈമിൽ അവർ ടാക്സ് പേ ചെയ്തു, 600 പേ ചെയ്തു എന്ന് പറയുന്നു മാത്രം. അപ്പൊ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം അടുത്ത ട്രാൻസ്ഫർ നടക്കുന്നത് 3rd December 2017 3rd December 2017. 3rd December 2017 മാർക്കസ് മെയ്ഡ് എ CLT ഓഫ് 395,000. അപ്പൊ എഗെയിൻ ഇവിടെ CLT ആണ്, അത് 395,000 യെസ് ടു അനദർ ട്രസ്റ്റ്. In addition to the gift, Marcus paid the related lifetime inheritance tax of 96,250. അപ്പൊ മാർക്കസ് തന്നെയാണ് ലൈഫ് ടൈമിൽ 96,250 പേ ചെയ്ത്. അതും അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളോട് പറയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം ഇവർ ചെയ്തത് കറക്റ്റ് ആണോ, ജസ്റ്റ് ഒന്ന് നമുക്ക് കൺഫേം ചെയ്ത് നോക്കാം. അപ്പോ ഇതിൽ ആനുവൽ എക്സംഷൻ എമൗണ്ട് ഒക്കെ ഇഗ്നോർ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും താഴെ നോട്ട് കണ്ട, യു ഷുഡ് ഇഗ്നോർ ദി ഇൻഹെറിറ്റൻസ് ടാക്സ് ആനുവൽ എക്സംഷൻ. അപ്പൊ ഇതൊക്കെ ആനുവൽ എക്സംഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ലൈഫ് ടൈമിൽ CLT ചെയ്യുമ്പോൾ, അതായത് 3rd December 2017 CLT ചെയ്യുമ്പോൾ ലൈഫ് ടൈമിലെ CLT അല്ലേ. അപ്പൊ ലൈഫ് ടൈമിൽ ഇതിനൊരു നിൽ റൈറ്റ് ബാൻഡ് ഉണ്ടാവില്ലേ. അപ്പൊ ശരിക്കും നിൽ റൈറ്റ് ബാൻഡിന്റെ റൂൾ എന്താണ്? നിൽ റൈറ്റ് ബാൻഡിന്റെ റൂളിൽ പറയുന്നത് ലൈഫ് ടൈമിൽ ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ ഒരു 7 ഇയേഴ്സിലേക്കാണ് ഒരു നിൽ റൈറ്റ് ബാൻഡ്. ഓക്കെ, നിൽ റൈറ്റ് ബാൻഡ് എല്ലാ കൊല്ലവും 325,000 നിൽ റൈറ്റ് ബാൻഡ് കിട്ടൂല. നിൽ റൈറ്റ് ബാൻഡ് 325,000 ദാറ്റ്സ് ഫോർ 7 ഇയേഴ്സ്. അപ്പൊ ഓരോ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുമ്പോഴും ആ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയേഴ്സ് എടുത്ത് നോക്കണം. ഓക്കെ, പ്രീവിയസ് 7 ഇയറിൽ അവിടെ ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ December 2017 395,000 ട്രാൻസ്ഫർ നടത്തി. അപ്പൊ ഇവിടെ എത്ര നിൽ റൈറ്റ് ബാൻഡ് അവൈലബിൾ ആയിരിക്കും? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആക്ച്വൽ നിൽ റൈറ്റ് ബാൻഡ് 325,000 7 ഇയറിലേക്കാണല്ലോ ഒരു നിൽ റൈറ്റ് ബാൻഡ്. അപ്പൊ ഈ ഡേറ്റിൽ നിന്ന് നമ്മൾ പുറകിലേക്ക് 7 ഇയർ എടുക്കും. അതായത് ഈ ട്രാൻസ്ഫർ നടന്ന ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കും. ഈ പ്രീവിയസ് 7 ഇയറിലെ
ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് 325,000 നിന്ന് കുറയ്ക്കും. അപ്പോ ഈ ഡിസംബർ 2017 നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ ഈ 14th January 11 വരുന്നില്ലേ? 7 ഇയറിനുള്ളിലാണല്ലോ 2011. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടുത്തെ ചാർജബിൾ എമൗണ്ട് എത്രയാണ്? ദാറ്റ് വാസ് 315,000. ഓക്കെ, അപ്പൊ 325,000 ടോട്ടലിനില്ല. അപ്പോൾ ലൈഫ് ടൈമിൽ ഓരോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രാൻസ്ഫർ നടക്കുന്ന ഡേറ്റിൽ നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കും. അവിടെ ഏതെങ്കിലും പ്രീവിയസ് 7 ഇയറിൽ ഏതെങ്കിലും ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് 325,000 നിന്ന് കുറയ്ക്കണം. ആ റിമൈനിങ് എമൗണ്ട് ആയിരിക്കും നെക്സ്റ്റ് ട്രാൻസ്ഫറിന് കിട്ടുന്ന നിൽ റേറ്റ് ബാൻഡ്. അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുത്തു. There was a chargeable transfer of 315,000 within 7 years. So the available nil rate band of the CLT made in 3rd December 2017 will be 10,000. അപ്പൊ 395,000 10,000 നിൽ റേറ്റ് ബാൻഡ് കിട്ടും. അപ്പൊ റിമൈനിങ് എമൗണ്ട് 3,85,000. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് ഈ ഗിഫ്റ്റ് ഈ CLT ചെയ്തപ്പോ മാർക്കസ് പെയ്ഡ് ദി റിലേറ്റഡ് ലൈഫ് ടൈം ഇൻഹെറിറ്റൻസ് ടാക്സ്. മാർക്കസ് ആണ് പേ ചെയ്തത്. അപ്പൊ മാർക്കസ് പേ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് പേ ചെയ്യണം, എത്ര പെർസെന്റേജ് പേ ചെയ്യണം? ഓൾറെഡി പറഞ്ഞു, ഇഫ് ദി ഡോണർ പേയിങ് ദി ലൈഫ് ടൈം CLT it will be 25%. So 3,85,000 into 25%. It is 96,250. Yes. 14th January CLT 3,000 നിൽ റേറ്റ് ബാൻഡിൽ അണ്ടറിൽ കവേർഡ് ആയി അവിടെ IHT വരില്ലല്ലോ. അത് 315,000 325,000 നിൽ റേറ്റ് ബാൻഡ് ഇവിടെ അവൈലബിൾ ആയിരുന്നു എന്ന് പറയുന്നില്ലല്ലോ. കാരണം 14th January 2011 ഇവര് ഈ CLT നടത്തി. അപ്പോ അവിടെ എത്ര നിൽ റേറ്റ് ബാൻഡ് അവൈലബിൾ ആണ് എന്നറിയണമെങ്കിൽ ഈ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കണം. അപ്പൊ ഈ 14th January 11 നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുമ്പോൾ അവിടെ മറ്റൊരു ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഈ ട്രാൻസ്ഫർ നടന്ന സമയത്ത് 315,000 കംപ്ലീറ്റ്ലി നിൽ റേറ്റ് ബാൻഡിന്റെ അണ്ടറിൽ കവേർഡ് ആയിട്ടുണ്ടാവില്ല. പ്രീവിയസ് 7 ഇയറിൽ വേറൊരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവിടെ അപ്പോ അത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയാണ് CLT നടത്തിയപ്പോൾ അവിടെ ഒരു IST വന്നു 600 ആണ്. അപ്പൊ അവിടെ 315,000 ആയിട്ടും IST വരണമെങ്കിൽ എന്താ റീസൺ ഉള്ളൂ? പ്രീവിയസ് 7 ഇയറിൽ വേറെ നിൽ റേറ്റ് ബാൻഡ് ഓൾറെഡി വേറൊരു ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പൊ ആ ചാർജബിൾ ട്രാൻസ്ഫർ ഓൾറെഡി നിൽ റേറ്റ് ബാൻഡ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള നിൽ റേറ്റ് ബാൻഡ് ആണ് ഈ ട്രാൻസ്ഫർ നടന്നപ്പോൾ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു എമൗണ്ട് ഓഫ് IST റേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3rd December 2017 395,000 ട്രാൻസ്ഫർ നടന്നു. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 96,250 ആണ് ഇയാൾ പേ ചെയ്ത ടാക്സ് IHT. അത് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഡോണർ ആണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗ്രോസ് ചാർജബിൾ ട്രാൻസ്ഫർ, ഗ്രോസ് CLT. അപ്പൊ ഗ്രോസ് CLT എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഗിഫ്റ്റിന്റെ വാല്യൂ, അതായത് 395,000 പ്ലസ് ഡോണർ പേ ചെയ്ത IHT. അപ്പൊ 4,91,250 ആയിരിക്കും ഇവിടുത്തെ ഗ്രോസ് ട്രാൻസ്ഫർ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി ലൈഫ് ടൈമിൽ മറ്റേതെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടോ നോക്കാം. ഇനി അടുത്ത ട്രാൻസ്ഫർ, ഓൺ 1st January 2018 മാർക്കസ് മെയ്ഡ് എ ഗിഫ്റ്റ് ഓഫ് 30,000 pound on ordinary shares in Scaram Limited, an unquoted investment company, to his daughter. അപ്പോ നമ്മൾ ഷെയറുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് മറ്റൊരാൾക്കോ ട്രസ്റ്റിനോ ഷെയറുകൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കൊടുത്ത ഷെയർസിന്റെ വാല്യുവേഷൻ എടുക്കുന്നത് ബിഫോർ ട്രാൻസ്ഫർ ആ ഷെയർസിന്റെ വർത്ത് എത്രയാണ്, ആഫ്റ്റർ ട്രാൻസ്ഫർ ആ ഷെയർസിന്റെ വർത്ത് എത്രയാണ്. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ഡിഫറൻസ് ആണ് വാല്യൂ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് 30,000 ഷെയർസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. 30,000 ഷെയർസ്. നമ്മളോട് പറയണം ബിഫോർ ദി ട്രാൻസ്ഫർ മാർക്കസ് ഓൺഡ് ഓൾ ഓഫ് ദി സ്കാരം ലിമിറ്റഡ്സ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 100,000. അപ്പൊ ബിഫോർ ട്രാൻസ്ഫർ ഇത് നടക്കണ എപ്പോഴാണ്? 1st January 2018. 1st Jan 2018 ഇവരൊരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ബിഫോർ ട്രാൻസ്ഫർ ഈ ഷെയറിന്റെ വർത്ത്, ബിഫോർ ട്രാൻസ്ഫർ ഇയാളുടെ കയ്യിൽ എത്രയുണ്ട്? 100,000 ഷെയർസ് ഉണ്ട്.
അപ്പൊ നമ്മൾ അതായത് 100% ഇയാളാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് പറയാണ് ഏറ്റവും ലാസ്റ്റ് ആ പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈൻ നോക്കിയേ, 12 pound each for a holding of 100%. 100% ഷെയർ ഹോൾഡിംഗ് ഒരാൾക്ക് ഈ കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഒരു ഷെയറിന്റെ വർത്ത് എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ബിഫോർ ട്രാൻസ്ഫർ ഇയാളുടെ കയ്യിൽ 100,000 ഷെയർസ് ഉണ്ട്, ഒരു ഷെയറിന്റെ വർത്ത് 12. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോ ബിഫോർ ട്രാൻസ്ഫർ ബിഫോർ ട്രാൻസ്ഫർ ഇയാളുടെ കയ്യിലുള്ള ഷെയറിന്റെ വർത്ത് എന്ന് പറയുന്നത് 12 lakhs. ദെൻ ആഫ്റ്റർ ട്രാൻസ്ഫർ നടത്തി കഴിഞ്ഞപ്പോൾ ഈ 1 lakh നമ്പർ ഓഫ് ഷെയർസിൽ നിന്ന് 30,000 ഷെയർ ആണ് ഇയാള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അപ്പോ ആഫ്റ്റർ ട്രാൻസ്ഫർ ഇയാളുടെ കയ്യിലുള്ള ഷെയർ 70,000 ആയിട്ട് കുറയും. അതായത് 70% ആയിട്ട് ഇയാളുടെ ഷെയർ ഹോൾഡിംഗ് കുറയും. അപ്പൊ 70% ആയിട്ട് ഷെയർ ഹോൾഡിംഗ് കുറയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട് 9 pound each for a holding of 70%. അപ്പൊ 70% ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരാൾക്ക് ഒരു ഷെയറിന്റെ വർത്ത് 9 pounds ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ ഇവരുടെ ഷെയർസിന്റെ വർത്ത് എന്ന് പറയുന്നത് 6,30,000 ആയിരിക്കും. അപ്പൊ ബിഫോർ ട്രാൻസ്ഫർ 12 lakh വാല്യൂ ഉണ്ടായിരുന്ന ഷെയർ 30,000 ഷെയർസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ 630,000 ആയിട്ട് കുറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാല്യൂ ട്രാൻസ്ഫേർഡ്, അതായത് കൊടുത്ത ഗിഫ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 lakh മൈനസ് 630,000. ഇതാണ് ഇയാൾ കൊടുത്ത ഷെയറിന്റെ വാല്യൂ. ഇൻ 2018 ഇയാൾ കൊടുത്ത ഷെയറിന്റെ വാല്യൂ ഇതായിരിക്കും. അപ്പൊ ഇതാണ് പെറ്റ്. ഇതൊരു പെറ്റാണല്ലോ. അന്ന് ആർക്കാ കൊടുത്തത്? സണ്ണിനോ ഡോട്ടറിനോ? ഡോട്ടർ. അപ്പൊ ഡോട്ടർക്ക് കൊടുത്തു. അപ്പൊ ഇതാണ് പെറ്റ്. 570,000 പെറ്റ് 1st January 2018 ഇയാൾ നടത്തി. ഓക്കെ, അപ്പൊ ഈ 3 ഡേറ്റ്സിലാണ് ഇയാളുടെ ട്രാൻസ്ഫേഴ്സ് നടക്കുന്നത് ലൈഫ് ടൈമിൽ. ഇപ്പൊ ലൈഫ് ടൈമിലെ കമ്പ്യൂട്ടേഷൻ ഒക്കെ നമ്മൾ ചെയ്തു വെച്ചു. നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? ഡെത്തിന്റെ സമയത്തുള്ള കമ്പ്യൂട്ടേഷൻ ആണ് ശരിക്കും വേണ്ടത്. ഓക്കെ, അപ്പോ ഇനി ഡെത്തിന്റെ സമയമാകുമ്പോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഡെത്തിന്റെ സമയമാകുമ്പോ അഡീഷണൽ ടാക്സ് ലയബിലിറ്റി അറൈസിംഗ് ഓൺ ഡെത്ത്. അപ്പൊ ഇയാളുടെ ഡെത്തിന്റെ സമയത്ത് വീണ്ടും ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ വരും. ഇയാളുടെ ഡെത്ത് ആവുന്നപ്പോൾ 31st December 2022. ഇയാള് 31st December 2022 ഡെത്ത് ആവുന്നത്. അപ്പൊ ഈ ഡെത്തിന്റെ സമയത്ത് ഈ ലൈഫ് ടൈമിലുള്ള സാധനങ്ങളെല്ലാം റീകാൽക്കുലേറ്റഡ് ആവും. ഓക്കെ, ലൈഫ് ടൈമിലുള്ള സാധനങ്ങളെല്ലാം ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവും. അപ്പോ നമുക്ക് നോക്കണം, ഈ ഡെത്തിന്റെ ലൈഫ് ടൈമിൽ ഒരു ട്രാൻസ്ഫർ നടത്തി 7 ഇയറിന്റെ ഉള്ളിൽ ഡോണർ ഡെത്ത് ആയാലും എന്ത് സംഭവിക്കുള്ളൂ? ഇതിന്റെ റീകാൽക്കുലേഷൻ വരുള്ളൂ. അപ്പോ ഇതില് ഈ 2017 നടത്തിയ ട്രാൻസ്ഫർ ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവുമോ എന്ന് നോക്കാം. ഇയാള് 2017 ഈ ആദ്യത്തത് എന്തായാലും ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവില്ല, കാരണം ദാറ്റ് വാസ് മെയ്ഡ് ഇൻ 2011. രണ്ടാമത്തെ ട്രാൻസ്ഫർ 2017 അപ്പൊ നമുക്ക് നോക്കാം. December 2017. അപ്പൊ December 2018 ആകുമ്പോൾ ഒരു കൊല്ലം 19, 20, 21, 22. അതായത് 5 കൊല്ലം കംപ്ലീറ്റ് ആയി. ഓക്കെ, പക്ഷെ ബിറ്റ്വീൻ 5 to 6 years. അപ്പൊ ആദ്യത്തെ ട്രാൻസ്ഫർ നടത്തി ബിറ്റ്വീൻ 5 to 6 years ഇയാളെ ലൈവ് ആണ്. അപ്പൊ ഈ സാധനം ഡെത്തിന്റെ സമയത്ത് വീണ്ടും റീകാൽക്കുലേറ്റഡ് ആവാണ്. ഓക്കെ, ഈ ലൈഫ് ടൈമില് ഈ ഡേറ്റിൽ നടത്തിയ സെയിം സാധനം ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവും. അപ്പൊ ചാർജബിൾ ആകുന്ന എമൗണ്ട് എത്രയായിരിക്കും? ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആവുമ്പോ ചാർജബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 491,250. ഇതാണ് ചാർജബിൾ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് നിൽ റേറ്റ് ബാൻഡ് കൊടുക്കണം. അപ്പൊ നിൽ റേറ്റ് ബാൻഡ് ശരിക്കും പറഞ്ഞ ഡെത്തിന്റെ സമയത്ത് ലൈഫ് ടൈമിലുള്ള ടാക്സുകൾ, ലൈഫ് ടൈമിലുള്ള ട്രാൻസ്ഫേഴ്സ് ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവുകയാണ് ചെയ്യാം. ഇൻ ദി സെയിം ഡേറ്റ്, വിത്ത് ദി സെയിം ഡേറ്റ് ഡെത്തിന്റെ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് റീകാൽക്കുലേറ്റഡ് ആവുന്നു. അപ്പോ ഈ ട്രാൻസ്ഫർ ആക്ച്വലി ഇവർ ചെയ്തത് 3rd December 2017 അല്ലേ?
അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഇതേ സാധനം തന്നെ റീകാൽക്കുലേഷൻ വരുന്നു. അപ്പോ ഇതിന് എത്ര നിൽ റൈറ്റ് ബാൻഡ് കിട്ടുന്ന അറിയണമെങ്കിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് തന്നെ പുറകിലേക്ക് 7 ഇയർ എടുക്കണം. അതായത് 3rd December 2017 നിന്ന് തന്നെ പുറകിലേക്ക് 7 ഇയേഴ്സ് എടുക്കണം. അപ്പൊ ഇവിടുന്ന് നമ്മൾ പുറകിലേക്ക് 7 ഇയർ എടുത്തു. അവിടെ ഡെത്തിന്റെ സമയത്തും ഇവിടുന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുമ്പോൾ സെയിം ട്രാൻസ്ഫർ അല്ലേ ഉള്ളത്, 315,000 തന്നെയല്ലേ ഉള്ളത്. അപ്പൊ ഡെത്തിന്റെ സമയത്തും സെയിം നിൽ റൈറ്റ് ബാൻഡ് ആണ് കിട്ടുക, 10,000 ആണ് നിൽ റൈറ്റ് ബാൻഡ് കിട്ടുക. ഓക്കെ, അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഇത് റീകാൽക്കുലേറ്റഡ് ആവും. ലൈഫ് ടൈമിലുള്ള ട്രാൻസ്ഫേഴ്സ് ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റഡ് ആവും. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഇതിന് എത്ര നിൽ റൈറ്റ് ബാൻഡ് കിട്ടും എന്നറിയാൻ അത് ഏത് ഡേറ്റിൽ ട്രാൻസ്ഫർ ചെയ്തു, ലൈഫിൽ ട്രാൻസ്ഫർ ചെയ്ത സെയിം ഡേറ്റ്, ആ സെയിം ഡേറ്റിൽ നിന്നാണ് പുറകിലേക്ക് 7 ഇയേഴ്സ് നമ്മൾ എടുക്കുക. അപ്പൊ 3rd December 2017 നിന്ന് പുറകിലേക്ക് 7 ഇയർ തന്നെ ഡെത്തിന്റെ സമയത്ത് നമ്മൾ എടുക്കും റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ there was a transfer in 2011. അപ്പൊ ഡെത്തിന്റെ സമയത്തും ഈ ട്രാൻസ്ഫറിന് 10,000 നിൽ റൈറ്റ് ബാൻഡ് കിട്ടുള്ളൂ. അതെങ്ങനെ നമ്മൾ 10,000 എത്തി? ഇത് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇതിന്റെ നിൽ റൈറ്റ് ബാൻഡ് 325,000. In the previous year there was a transfer of 315,000. So 10,000 ആണ് ഡെത്തിന്റെ സമയത്തും കിട്ടുന്ന നിൽ റൈറ്റ് ബാൻഡ്. അപ്പോ 491 250 നിന്ന് നിൽ റൈറ്റ് ബാൻഡ് കുറച്ചു, ബാക്കി 481 250. അതിന്റെ മേലെയാണ് IHT കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ IHT ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 481 250 into 40%. ഇത്രയും IHT ലയബിലിറ്റി വരും. IHT ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ടേപ്പർ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ടേപ്പർ റിലീഫ് എത്ര പെർസെന്റേജ് കിട്ടും? ഡെത്തിന്റെ ഡേറ്റും ട്രാൻസ്ഫർ ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. അപ്പൊ December 2017 ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ 3rd December 2018 ആകുമ്പോൾ ഒരു കൊല്ലം 19, 20, 21, 22. അതായത് 3rd December 2022 ആകുമ്പോഴേക്ക് 5 വർഷം കംപ്ലീറ്റ് ആയി. 5 വർഷത്തിൽ കൂടുതൽ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ കൂടുതൽ ഇയാൾ ജീവിച്ചു, പക്ഷെ 6 കൊല്ലം കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ബിറ്റ്വീൻ 5 to 6 years he was alive after making this transfer. അപ്പൊ 5 to 6 years ആണ് അലൈവ് ആവുന്നതെങ്കിൽ എത്ര പെർസെന്റേജ് ആ ടൈപ്പർ റിലീഫ്? 60. അപ്പൊ ഈ എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇതിന്റെ IHT ലയബിലിറ്റിയുടെ 60% ടൈപ്പർ റിലീഫ് ആയിട്ട് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ 1,15,500 ടൈപ്പർ റിലീഫ് ആയിട്ട് നമുക്ക് കുറയ്ക്കാം. ദെൻ ടൈപ്പർ റിലീഫ് ആയിട്ട് ഈ എമൗണ്ട് കുറച്ചതിന് ശേഷം നമുക്ക് IHT ഓൾറെഡി പെയ്ഡ് നമുക്ക് കുറയ്ക്കാം. ലൈഫ് ടൈമിൽ IHT പെയ്ഡ് നമ്മൾ ഈ ട്രാൻസ്ഫർ നടത്തിയപ്പോൾ ലൈഫ് ടൈമിൽ എത്ര IHT പേ ചെയ്തു? 96,250 പേ ചെയ്തു. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഈ IHT ലയബിലിറ്റി ഈ 2 സാധനങ്ങൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു നെഗറ്റീവ് എമൗണ്ട് ആണ്. നെഗറ്റീവ് എമൗണ്ട് ആകുമ്പോൾ വിച്ച് മീൻസ് IHT പേയബിൾ 0 ആണ്. ഓക്കെ, അപ്പൊ IHT ലയബിലിറ്റി നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ വിച്ച് മീൻസ് വി ഡോണ്ട് നീഡ് ടു മേക്ക് എനി പേയ്മെന്റ്സ് ടു HMRC ആസ് IHT. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ്. ഓക്കെ, റീഫണ്ട് കിട്ടില്ല, അതിൽ 0 വരെ ആവും. ഓക്കെ, 3rd December 2017 സാധനം ഡെത്തിന്റെ സമയത്ത് റീകാൽക്കുലേറ്റ് ചെയ്തു, അപ്പൊ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. പിന്നെ അതേപോലെ ഈ ട്രാൻസ്ഫർ 2018 നടത്തിയ പെറ്റ് ഇതും ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആവും അല്ലെ? അപ്പൊ ഡെത്തിന്റെ സമയത്ത് ചാർജബിൾ ആവുന്നത് എത്രയാണ്? വാല്യൂ ട്രാൻസ്ഫർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ, 570,000 ആണ് ചാർജബിൾ ആവുക. അപ്പോ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം? നിൽ റൈറ്റ് ബാൻഡ് കുറയ്ക്കാനുണ്ടോ എന്ന് നോക്കണം. അപ്പൊ നിൽ റൈറ്റ് ബാൻഡ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇതിന് നിൽ റൈറ്റ് ബാൻഡ് അവൈലബിൾ ആണോ എന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? ലൈഫ് ടൈമിൽ ഈ ട്രാൻസ്ഫർ നടന്ന എപ്പോഴാണ്? January 2018. അപ്പൊ ലൈഫ് ടൈമില് ഇത് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് January 2018 ആ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുന്നു. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കുന്നു ലൈഫ് ടൈമിൽ തന്നെ. അവിടെ എത്ര ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ട് എന്ന് നോക്കുന്നു. അപ്പൊ ലൈഫ് ടൈമിൽ ഈ 2018 പുറകിലേക്ക് 7 ഇയർ എടുക്കുമ്പോൾ there was a transfer in 2017. 2017 ട്രാൻസ്ഫറിന്റെ വാല്യൂ എത്രയാണ്? 395,000. നമ്മൾ ലൈഫ് ടൈമിൽ പ്രീവിയസ് 7 ഇയറിൽ എത്ര നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്തു എന്നല്ല നോക്കുന്നത്, പ്രീവിയസ് 7 ഇയറിൽ എത്ര ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഓക്കെ, എത്ര നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്തു അതിന്റെ ബാക്കി ഇങ്ങോട്ട് കിട്ടും, അങ്ങനെയല്ല. എത്ര നിൽ റൈറ്റ് ബാൻഡ് യൂസ് ചെയ്തു എന്നല്ല, പ്രീവിയസ് 7 ഇയറിൽ എത്ര ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടെന്നാണ് നോക്കാം.
അപ്പോൾ ലൈഫ് ടൈമിൽ ഈ ട്രാൻസ്ഫർ നടക്കുന്നതിന്റെ പ്രീവിയസ് 7 ഇയർ നമ്മൾ എടുക്കുമ്പോൾ there was a transfer in 2017. 2017 അതിന്റെ ചാർജബിൾ എമൗണ്ട് 395,000 ആണ്. ദാറ്റ്സ് മോർ ദാൻ 325,000. സോ ഈ ട്രാൻസ്ഫറിന് നിൽ റൈറ്റ് ബാൻഡ് കിട്ടില്ല. അപ്പൊ ഈ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് IHT ലയബിലിറ്റി വരാം. ഈ കംപ്ലീറ്റ് എമൗണ്ടിന്റെ മേലെ 40% IHT വരും. ഇത്രയായിരിക്കും IHT. അപ്പൊ ഇതിൽ ടേപ്പർ റിലീഫ് കിട്ടുമോ നമുക്ക് നോക്കാം. ടേപ്പർ റിലീഫ് കിട്ടണമെങ്കിൽ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 3 കൊല്ലെങ്കിൽ ഇയാൾ ജീവിച്ചിരിക്കണം. അപ്പൊ 1 ജാനുവരി 2018 ഇയാൾ ഈ ട്രാൻസ്ഫർ നടത്തുന്നത്. ഓക്കെ, അപ്പോ 2018, 19, 20, 21, 22 എക്സാക്ട്ലി 5 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുന്ന അന്ന് അയാൾ മരിച്ചു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക 4 to 5 ഇയേഴ്സ് ആണ് കൺസിഡർ ചെയ്യാൻ. അപ്പൊ ടേപ്പർ റിലീഫ് ഇവിടെ ഒരു 40% കിട്ടും. ഓക്കെ, അപ്പൊ ടേപ്പർ റിലീഫ് 2,28,000 40% ടേപ്പർ റിലീഫ്. അപ്പൊ ടേപ്പർ റിലീഫ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ ഡെത്തിന്റെ സമയത്ത് 1,36,800 ഡെത്തിന്റെ സമയത്ത് ഈ പെറ്റിന്റെ മേലെ IHT ലയബിലിറ്റി വരും. ഓക്കെ, ഇത്രയല്ലേ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സ് ഉള്ളൂ. ഡെത്ത് എസ്റ്റേറ്റില്ലല്ലോ. ഡെത്ത് എസ്റ്റേറ്റ് വരില്ല. കാരണം ലാസ്റ്റ് ലൈൻ നോക്കിയേ, അണ്ടർ ദി ടേംസ് ഓഫ് ഹിസ് വിൽ മാർക്കസ് ലെഫ്റ്റ് ഹിസ് എൻറ്റയർ എസ്റ്റേറ്റ് ടു ഹിസ് വൈഫ്. വൈഫിന് എന്ത് സാധനം കൊടുത്താലും അത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ അല്ലേ. അപ്പൊ ഡെത്ത് എസ്റ്റേറ്റ്, ഇയാളുടെ ഡെത്ത് എസ്റ്റേറ്റ് മുഴുവൻ വൈഫിനാ കൊടുത്തത്. വൈഫിന് ഡെത്ത് എസ്റ്റേറ്റ് കൊടുക്കുമ്പോൾ ടാക്സ് വരൂല, കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ ഡെത്ത് എസ്റ്റേറ്റിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യണ്ട. അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത്രയും കമ്പ്യൂട്ടേഷൻ ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കമ്പ്യൂട്ടേഷൻസ് മാത്രം ചെയ്താൽ മതി. ഈ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് 7 മാർക്ക് തരുന്നത്. പക്ഷെ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യണമെങ്കിൽ ലൈഫ് ടൈമിലേയും കൂടി ചെയ്ത് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റഫായിട്ടെങ്കിലും അത് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ ആൻസറിൽ ഇത് പ്രസന്റ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഈ റൈറ്റ് സൈഡിലെ കമ്പ്യൂട്ടേഷൻ ആൻസറിൽ കാണണ്ട എക്സാമിനർക്ക്. കാണണ്ട വിച്ച് മീൻസ് അതിന്റെ നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ചെയ്തു എന്ന് വെച്ച് 90 മാർക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് ലൈഫ് ടൈമിലെ കമ്പ്യൂട്ടേഷനും അറിയാന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതൊരു വർക്കിംഗ് നോട്ട് പോലെ ലൈഫ് ടൈമിലെ കമ്പ്യൂട്ടേഷൻസ് നമുക്ക് ചെയ്യാം. ഇത് മാത്രമാണ് എക്സാമിനർക്ക് ആവശ്യമുള്ളത്. ഇതാണ് പുള്ളിക്കാരന് വേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിലെ കമ്പ്യൂട്ടേഷൻ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഇനി വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, so what if CLT on 3rd December 2017 is less than 325,000? Then how much nil rate band will get for transfer? Question. Okay, ഇപ്പോൾ ഇവിടെ നമുക്ക് 3rd ഡിസംബറിലെ വാല്യൂ ഇപ്പോൾ ഒരു 395,000 ആണല്ലോ ഇപ്പൊ 3rd ഡിസംബറിലുള്ള ഗിഫ്റ്റിന്റെ വാല്യൂ. അത് 3rd ഡിസംബറിൽ 395,000 പകരം ഒരു 2 ലക്ഷം എന്ന് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 2 ലക്ഷമാണ് 3rd ഡിസംബർ 2017 CLTയുടെ എമൗണ്ട്. അപ്പൊ അതിനുശേഷം 2017 ശേഷം 2018 ഒരു പെറ്റ് നടന്നു. അപ്പൊ ലൈഫ് ടൈമിൽ ഈ പെറ്റിന്റെ ടാക്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. നമ്മൾ പെറ്റ് എന്നും പറഞ്ഞ എമൗണ്ട് കാണിക്കുകയുള്ളൂ. നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെത്തിന്റെ സമയമാകുമ്പോൾ ഈ പെറ്റ് വീണ്ടും ചാർജബിൾ ആവും. അപ്പോ ഈ ഡെത്തിന്റെ സമയത്ത് ഈ പെറ്റിന് എത്ര നിൽ റെഡ് ബാൻഡ് കിട്ടും നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇത് ലൈഫ് ടൈമിൽ ചെയ്ത സമയം എടുക്കും. അതായത് 1 ജാനുവരി 2018 അവിടുന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കും. അവിടെ എത്ര ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ട് നോക്കും. അപ്പോൾ ഡെത്തിന്റെ സമയത്ത് ഈ 1 ജാനുവരി നമ്മൾ നോക്കുന്നു. 1 ജാനുവരിയിൽ നിന്ന് പ്രീവിയസ് 7 ഇയർ എടുക്കുന്നു. അപ്പൊ പ്രീവിയസ് 7 ഇയറിൽ അവിടെ ആകെ ഒരേ ഒരു ചാർജബിൾ ട്രാൻസ്ഫറേ ഉള്ളൂ. ഒരേ ഒരു ചാർജബിൾ ട്രാൻസ്ഫർ ഉള്ളത് ഏതാണ്? 2 lakh. ചാർജബിൾ ട്രാൻസ്ഫർ എത്ര നിൽ റെഡ് ബാൻഡ് യൂസ് ചെയ്തെന്നല്ല, ഡെത്തിന്റെ സമയത്ത് ഇത് റീകാൽക്കുലേഷൻ വന്നു. ഇവിടുന്ന് പുറകിലേക്ക് 7 ഇയർ എടുത്തു. അവിടുത്തെ ചാർജബിൾ ട്രാൻസ്ഫർ വാസ് 2 lakh. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെത്തിന്റെ സമയത്ത് ഇവർക്ക് കിട്ടുന്ന നിൽ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 325,000 - 2 lakh.
പ്രീവിയസ് 7 ഇയറിലെ ചാർജബിൾ ട്രാൻസ്ഫർ. അപ്പൊ ഇതില് എന്ത് കിട്ടും? 125,000 നിൽ റേറ്റ് ബാൻഡ് കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ മേലെയുള്ള പിന്നെ 125,000 ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ മേലെ ആയിരിക്കും IST കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, പക്ഷെ നമുക്കിപ്പം 2018 ഫസ്റ്റ് ജാനുവരിക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട 7 years ബാക്ക് ഈ നിൽ റേറ്റ് ബാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടോന്നാണല്ലോ. അല്ല, നോക്കും നമ്മൾ പ്രീവിയസ് 7 ഇയറിൽ എത്ര ചാർജബിൾ ട്രാൻസ്ഫർ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. എത്ര യൂസ് ചെയ്തു എന്നല്ല, എത്ര ചാർജബിൾ ട്രാൻസ്ഫർ എന്നാണ് നോക്കുക. അപ്പം സർ, ചാർജബിൾ ട്രാൻസ്ഫർ നോക്കുമ്പം ആ ഫസ്റ്റ് 3,15,000 വരത്തില്ലേ? 18 പുറകിലേക്ക് എടുക്കുമ്പോഴാ അത് വരുന്നുണ്ടോ? അതായത് 14th Jan, അപ്പോ 14th Jan 2012, 13, 14, 15, 17, 18 വരും കേട്ടോ. ഞാനത് സ്കിപ്പ് ചെയ്ത് പോയിട്ടോ. അപ്പൊ ഇതിന്റെ ഡെത്തിന്റെ സമയത്ത് ഇതിന് എന്തായാലും കിട്ടൂലടാ. അപ്പൊ നേരത്തെ ഞാൻ 2 lakh ഇട്ട് എക്സാമ്പിൾ ചെയ്തില്ലേ? അപ്പോ ഈ പ്രീവിയസ് 7 ഇയറിൽ ഈ 14th Jan വരുന്നുണ്ടല്ലോ. അപ്പൊ പ്രീവിയസ് 7 ഇയറിലെ ട്രാൻസ്ഫർ മോർ ദാൻ 325,000 ആയിരിക്കും എന്തായാലും. ഞാനിത് അതിനേക്കാൾ മുമ്പായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ പറഞ്ഞത്. അപ്പൊ ഇതൊരു 2010 ആണെങ്കിൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 lakh ഇട്ട് വെച്ച് ചെയ്ത എക്സാമ്പിൾ ഓക്കെ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഡെത്തിന്റെ സമയത്ത് പ്രീവിയസ് 7 ഇയർ എടുക്കുമ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ആദ്യത്തെ ഡേറ്റ് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും വരുമ്പോ ഈ രണ്ടിലെ ചാർജബിൾ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് 325 കൂടുതലാണ്. അപ്പൊ ഡെത്തിന്റെ സമയത്ത് ഇതിന് നിൽ റേറ്റ് ബാൻഡ് എന്തായാലും കിട്ടില്ല. നേരത്തെ ഞാൻ 2 lakh ഇട്ട് എക്സാമ്പിൾ ചെയ്തതാണെങ്കിൽ പോലും കിട്ടില്ല. കാരണം 7 ഇയറിന്റെ ഉള്ളിൽ ഈ ജാനുവരി കൂടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കിട്ടൂല. ഓക്കെ സർ, അഥവാ ഇപ്പൊ ആ ജാൻ ഇല്ലായിരുന്നെങ്കിൽ ഓൾറെഡി 3rd ഡിസംബറിൽ തന്നെ നമ്മുടെ നിൽ റേറ്റ് ബാൻഡ് തീരുമായിരുന്നല്ലോ. നിൽ റേറ്റ് ബാൻഡ് അതെ. ഇപ്പൊ അത് അതില്ലായിരുന്നുവെങ്കിൽ അത് ശരിയാടാ. ഇപ്പത്തെ ഫസ്റ്റ് 14th ജാനുവരിയിൽ ആ ഒരു ഇതില്ലായിരുന്നുവെങ്കിൽ ഈ പെറ്റിന് നമ്മൾ നിൽ റേറ്റ് ബാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രീവിയസ് 7 ഇയറിൽ ചാർജബിൾ ട്രാൻസ്ഫർ 395 ഉണ്ട്. അപ്പോഴും കിട്ടില്ല, നിൽ റേറ്റ് ബാൻഡ് കിട്ടൂല. ഓക്കെ സർ, അപ്പൊ എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം മരിക്കുന്നത് ലൈക്ക് ഡെത്ത് വരുന്നത് 2020 2020 ഡെത്ത് നടക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന 3,25,000 ഇപ്പൊ ഇല്ലല്ലോ, അത് ഓൾറെഡി എക്സ്പയർഡ് ആയി കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 3,25,000 നമ്മൾ ആകെ 10,000 അല്ലേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ നിൽ റേറ്റ് ബാൻഡ്. അത് മറ്റേ ബാലൻസ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഒരു 3,25,000 എക്സ്ട്രാ കിട്ടുന്നത് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അത് അങ്ങനെ നമുക്ക് റിവേഴ്സലാണ് നമ്മൾ നോക്കുക. അതായത് ഒരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ ആ ഡേറ്റിൽ നിന്ന് പുറകിലേക്കുള്ള 7 ഇയർ ആണ് നോക്കുക. അതായത് ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് കമ്മിങ് 7 month അല്ല നോക്കുക. ഒരു ട്രാൻസ്ഫർ നമ്മൾ ചെയ്യും, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റിൽ നിന്ന് പുറകിലേക്ക് 7 ഇയർ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, നമ്മൾ ഇപ്പോ 2011 ഒരു ട്രാൻസ്ഫർ നടത്തി. അപ്പൊ ഇവിടെ എത്ര നിൽ റേറ്റ് ബാൻഡ് കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പുറകിലേക്ക് 7 ഇയർ എടുക്കും. 2011 പുറകിലേക്ക് 7 ഇയർ എടുക്കും. അതായത് 2011 തൊട്ട് താഴേക്ക് 325 ഉണ്ട് എന്നല്ല, ഓരോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടുന്ന് പുറകിലേക്ക് 7 ഇയർ എടുത്താണ് നോക്കുക നമ്മൾ. ഓക്കെ, അപ്പൊ ഇനി ഈ 3rd ഡിസംബറിൽ നമ്മളൊരു ട്രാൻസ്ഫർ നടത്തുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ പ്രീവിയസ് 7 ഇയർ നോക്കും, അവിടെ ഒരു ട്രാൻസ്ഫർ ഉണ്ടോ. അപ്പൊ ഉണ്ടെങ്കിൽ ആ നിൽ റേറ്റ് ബാൻഡ് ആണ് അവർക്ക് കിട്ടുക. അപ്പൊ ഇപ്പൊ 2020 ഇയാൾ ഡെത്ത് ആവുകയാണെങ്കിൽ ഈ ലൈഫ് ടൈമിലുള്ള ഏതെങ്കിലും ട്രാൻസ്ഫേഴ്സ് 2020 വീണ്ടും റീകാൽക്കുലേറ്റഡ് ആവുകയാണെങ്കിൽ ഡെത്തിന്റെ സമയത്ത് എന്ത് ചെയ്യും? ആ ലൈഫ് ടൈമിൽ ആ ട്രാൻസ്ഫർ ചെയ്ത സെയിം ഡേറ്റിൽ നിന്ന് തന്നെ പ്രീവിയസ് 7 ഇയർ തന്നെ നോക്കും. ഡെത്തിന്റെ സമയത്തും ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിൽ നിന്നാണ് പുറകിലേക്ക് 7 ഇയർ എടുക്കുക. അതായത് ഡെത്തിന്റെ അവിടുന്ന് പുറകിലേക്കല്ല എടുക്കുക, ആ ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റിൽ നിന്ന് തന്നെ പുറകിലേക്ക് 7 ഇയർ എടുക്കും. ഓക്കെ, ലൈഫ് ടൈമിൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു അതേപോലെ തന്നെയാണ്, അതേ സെയിം ഡേറ്റ് വെച്ചാണ് ഡെത്തിന്റെ സമയത്തും കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടില്ലല്ലേ? കിട്ടില്ല. അത് നമ്മൾ ഇങ്ങനെ, നീ ഇപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളൊരു ട്രാൻസ്ഫർ മുതൽ
പുറകിലേക്കല്ല മുമ്പിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻ വരും. നമ്മൾ റിവേഴ്സലാണ് നോക്കുക. ഓക്കെ, അപ്പൊ രണ്ട് ട്രാൻസ്ഫേഴ്സ് തമ്മിൽ മിനിമം 7 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിലേ നമുക്കൊരു പുതിയ നിൽ റേറ്റ് ബാൻഡ് കിട്ടും. അതെ അതെ അതെ, കറക്റ്റ്. ഓക്കെ സർ. ഓക്കെ മക്കളെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ലീവ് ചെയ്ത് തോന്നുന്നല്ലേ, കുറച്ച് പേരുള്ളൂ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ IHT-യിൽ ഇനി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് മൊത്തം ഒന്ന് ചെയ്യാം. അപ്പൊ IHT-യിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരില്ല. കാരണം ഇതിനൊരു ബൗണ്ടറി ഉണ്ട്. IHT-ന്റെ ഒരു ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതാണ്, ഇതിനൊരു ബൗണ്ടറി ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ടെസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റൂളുകളും കവർ ആവും. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് നമുക്ക് IHT-ന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ആനുവൽ എക്സംഷൻ എടുക്കാൻ വിട്ടുപോയി, ചെറിയ സില്ലി മിസ്റ്റേക്സ് നമുക്ക് വരാം. അപ്പൊ IHT-യുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു ആനുവൽ എക്സംഷൻ എടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ടേപ്പർ റിലീഫ് എടുക്കാൻ വിട്ടുപോയി, ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് വിട്ടുപോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് അത് വിട്ടുപോയാൽ പോലും ഹാഫ് മാർക്ക് അല്ലെ 1 മാർക്കേ നമുക്ക് ലോസ് ആവുള്ളൂ, ബാക്കിയുള്ള മാർക്ക് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ IHT-യിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് IHT-ന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആകെ 13 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, സെക്ഷൻ ബിയിലും സിയിലും ആയിട്ട് കേട്ടോ, സെക്ഷൻ എ അല്ല, സെക്ഷൻ ബിയിലും സിയിലും ആയിട്ട്. കപ്ലാൻ കിറ്റിൽ നമുക്ക് ആകെ 13 ക്വസ്റ്റ്യൻസേ ഉള്ളൂ IHT-യിൽ. അപ്പോ അത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷൻ ടാക്സ് ആയിരിക്കും. നമ്മൾ ക്ലാസ്സിൽ എടുത്തതിന്റെ നേരെ റിവേഴ്സലാണ് റിവിഷൻ പോകുന്നത്. അപ്പൊ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേഷൻ ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ ടാക്സിൽ നമുക്കുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കുക. സെൽഫ് അസസ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ല, നാളെ നമ്മൾ എടുത്തു. അപ്പോൾ കോർപ്പറേഷൻ ടാക്സിൽ ബാക്കിയുള്ള ബേസിക് കമ്പ്യൂട്ടേഷൻ, CGT, ലോസ്, ഗ്രൂപ്പ്, 4 ചാപ്റ്റർ ഉള്ളൂ. ഇത് നല്ലപോലെ നോക്കി വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക. നാളെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം.